ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊരു സ്പെഷ്യലാണ്. അതെ, ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ സീസൺ 2 ആദ്യത്തെ ഗസ്റ്റ്, ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ആദ്യത്തെ ഗസ്റ്റ്, സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മൾട്ടിപ്പിൾ ടാലൻസ് ഉള്ളൊരു മനുഷ്യനാണ് അല്ലേ? ഇനിയിപ്പോ പറഞ്ഞല്ലോ. അതെ, പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഷെഫാണ്, പുള്ളി ഒരു ആക്ടറാണ്, പുള്ളി ഒരു ട്രാവലറാണ്, പിന്നെ ഒരു ഫിറ്റ്നസ് എന്തൂസിയസ്റ്റ് ആണ്. ഇത്രയും ഇത് ഞാൻ വേറൊരു ഇതിലേക്കാണ് കണ്ടിട്ടില്ലേ? ഞാനും ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഞാൻ തന്നെ അറിഞ്ഞില്ല, ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ ഇത്രയും കഴിവ്. നമ്മുടെ മുന്നിലുള്ളത് പത്മരാജ് രതീഷാണ്. ഹായ് ബ്രോ. ഹായ് ഹായ് Thanks for coming. ഹായ്. ആദ്യത്തെ ഗസ്റ്റ് അല്ലേ? ഞാൻ അതിൻ്റെതായ ഒരു ഇതും കണ്ടില്ല. മറ്റേ റിബൺ കട്ട് ചെയ്യുന്നത്, ചെണ്ടമേളം, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. വിളിച്ചു വരുത്തി ആദ്യത്തെ ഗസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് കുറേ നാളായിട്ട് പോഡ്കാസ്റ്റിൽ വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ബ്രദറുടെ കൂടെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കാണാറുണ്ട്, യു ഗൈസ് ആർ വെരി ചിൽ, കോൺവെർസേഷൻ ഭയങ്കര നാച്ചുറൽ ഫ്ലോയിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. സോ ഐ എം ഹാപ്പി ടു ബി ഹിയർ വിത്ത് യു ഗൈസ്. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് അനിയനും താങ്ക് യു. നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. മെസ്സേജ് അയക്കുമ്പോൾ വിചാരിച്ചില്ല ബ്രോ റിപ്ലൈ ചെയ്യും. നമ്മൾ വിചാരിച്ചു. ഞാൻ ആക്ച്വലി പൊതുവേ എൻ്റെ മെസ്സേജസ് ചെക്ക് ചെയ്യും. ഞാൻ സ്ട്രേഞ്ചേഴ്സ് ആര് മെസ്സേജ് അയച്ചാലും ഐ വുഡ് ലൈക്ക് ടു റിപ്ലൈ ആൻഡ് സ്റ്റേ കണക്റ്റഡ്, നോട്ട് വിത്ത് എവ്രി വൺ. പക്ഷേ നമുക്ക് ചില കോൺവെർസേഷൻസ് വരുമ്പോൾ തന്നെ അറിയാം ലൈക്ക് ഹൗ ജെന്യുവൻ ഇറ്റ് ഈസ് എന്നുള്ളത്. അങ്ങനത്തത് ഞാൻ പൊതുവേ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ബിക്കോസ് യു നെവർ നോ എവിടെ നിന്ന് എന്താ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് ഐ ലൈക്ക് ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് പീപ്പിൾ. കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ അങ്ങനത്തെ പരിപാടി എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് ബ്രോയുടെ ഇങ്ങനെ ഒരു ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറച്ച് എങ്ങനെ മാറ്റും. ഇപ്പൊ ഫേസ് മാറ്റാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അത് ചെയ്തേനെ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് വൺസ് എൻ്റെ കൂടെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം ലൈക്ക് ഐ എം വെരി ഈസി ഗോയിങ്. എനിക്ക് കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫുഡിൻ്റെ ആ ഒരു സംഭവമൊക്കെ തുടങ്ങിയതിനു ശേഷം കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയി. ബിക്കോസ് ഇറ്റ്സ് ഫുഡ്. ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇറ്റ്സ് എ ലവ് ലാംഗ്വേജ്, റൈറ്റ്? ഫുഡ് അത് പെട്ടെന്ന് കണക്ട് ആവും. നമുക്ക് പെട്ടെന്ന് കണക്ട് ആയി. നമ്മള് ഞാനും ഇങ്ങനെ കണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി വിളിക്കുന്നത്. അപ്പൊ പിറ്റേന്ന് എന്തോ പറഞ്ഞ് ദേവന്റെ മെസ്സേജ് അടക്കമുണ്ടായിരുന്നു, ഓൾറെഡി വിളിച്ചത്. ഞാൻ കണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് പോലെ വയ്ക്കുമല്ലോ നമ്മൾ പുള്ളി വിളിക്കണമെന്ന്. അപ്പോഴത്തേക്കും പിറ്റേന്നാണ് അതിൽ മെസ്സേജ് ഇട്ടത്, ഓൾറെഡി വിളിച്ചു. ബ്രോ തിരുവനന്തപുരത്ത് ആണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടെയായിരുന്നു. ഓക്കെ, തിരുവനന്തപുരത്താണ് ഞാനിവിടെ. ഞാനിപ്പോൾ ഒരു 11 years ആയിട്ട് ട്രിവാൻഡ്രം. അതിന് മുന്നേ കോയമ്പത്തൂരിലായിരുന്നു. അവിടെ ഒരു 12 years. ഞാൻ ഓരോ സ്ഥലങ്ങൾ മാറുന്നത് 12 years ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഒരു 11 years, അതിന് മുന്നേ കോയമ്പത്തൂരിൽ ഒരു 12 years, അതിന് മുമ്പ് കമ്പത്ത് ഒരു 12 years. അപ്പോൾ 35 years, 36 years. ഇപ്പോൾ 36 ആയി, ടേൺ 36 ദിസ് May. അപ്പം എൻ്റെ പേടി ഇനിയിപ്പോൾ അടുത്തതാ, ഇനി എടുത്ത് എങ്ങോട്ടാന്ന്. എനിക്ക് ആക്ച്വലി ട്രിവാൻഡ്രം വിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പോകാൻ, ഞാൻ ഇവിടെ നിന്ന് തള്ളി വിട്ടാലും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും എങ്ങനെയും ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള പരിപാടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വരുന്നില്ല. അല്ല, നമ്മൾ തന്നെ ആലോചിച്ചു കാര്യം. ഈ യൂഷ്വലി അങ്ങനെ ഈ ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പൊതുവെ ട്രിവാൻഡ്രം പ്രിഫർ ചെയ്യാറില്ല. അവർ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന കൊച്ചിയിലാണ്. അപ്പം നമ്മൾ ഇവൻ പറയും നാളെ കാണാമെന്ന് പറഞ്ഞു. അപ്പം വിചാരിച്ചു ഇനി കൊച്ചിയിലാണോ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ വിളിച്ചാലും ഗസ്റ്റുകളെ വിളിക്കുമ്പോഴും ചിലർ റെസ്പോണ്ട് ചെയ്താലും അവർ കൊച്ചിയാണ് കൂടുതലും. എല്ലാവരും കൊച്ചിയിലാണ്. ഞാനും ഇടയ്ക്ക്, എനിക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അവിടെ വർക്ക് ഉള്ളപ്പോൾ അവിടെ പോയി നിൽക്കും. അപ്പോഴത്തേക്ക് എനിക്ക് കൊച്ചി മടുക്കും, ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം വരും. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നേരത്തെ ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കത്തില്ലായിരുന്നു. എനിക്കൊരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു കോത്തിഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഊട്ടിയിലാണ്. അപ്പം ഞാൻ മിക്കവാറും സമയങ്ങളിലും അവിടെ ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലോകത്തെ മൊത്തം കം ഔട്ട്. അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ. അവിടെ ഭയങ്കര അവിടെ വൈൽഡ് ലൈഫും പിന്നെ എനിക്ക് പൊതുവെ മൗണ്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 6-7 months സ്ട്രെയിറ്റ് വർക്ക് ഇല്ലെങ്കിൽ, മൂവീസ് ഒന്നും ഇല്ല, ഫ്രീ ആണെങ്കിൽ ഐ ലൈക്ക് ടു സ്പെൻഡ് മൈ ടൈം ദെയർ. ഇപ്പം നിർത്തി ആ പരിപാടി. ഹോം സ്റ്റേ നടത്തുമായിരുന്നു. ഐ വാസ് റണ്ണിങ് എ ഹോം സ്റ്റേ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു, അവൻ്റെ ഒരു വീടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ലീസിന് എടുത്തിട്ട് ഹി വാസ് ഓൾറെഡി റണ്ണിങ് ഇറ്റ്. അപ്പോൾ അവന് മതിയായപ്പോഴത്തേക്ക് ഞാൻ
എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, എനിക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം. ഇത് ഹോം സ്റ്റേ ഒക്കെ അതിന് നല്ലൊരു പരിപാടിയാണ്. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ കം സ്റ്റേ. അപ്പോൾ അങ്ങനെ ഒരു 1.5 years നടത്തി. അല്ല ബ്രോ നേരത്തെ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് വന്നിട്ട്, തിരുവനന്തപുരം സെറ്റിൽ ആവാൻ വേണ്ടി വന്നതല്ലല്ലോ, അല്ലാണ്ട് വന്നിട്ട്? അതെ. ഇവിടെ വന്നു. ലൈക്ക് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വെഡിങ്ങിന് വേണ്ടി, എൻഗേജ്മെൻറ്റിന് വേണ്ടി വന്നത് ഞാനും അമ്മയും കൂടെ. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിലായിരുന്നു, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതെയായി. സോ പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയപ്പോഴത്തേക്ക് തിങ്സ് ഗോട്ട് വെരി സിവിയർ ആൻഡ് ദെൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ബിക്കോസ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ പിന്നെ വി സെറ്റിൽ ഹിയർ. പ്ലാൻഡ് അല്ലായിരുന്നു. ബട്ട് ഓൾവേസ് ദേ സേ അൺപ്ലാൻഡ് തിങ്സ് ടേൺ ഔട്ട് ടു ബി വെൽ. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് മോം ഇസ് നോട്ട് ദെയർ. പക്ഷേ തിങ്സ് ആർ ഗുഡ്. ട്രിവാൻഡ്രം ഇസ് ഗുഡ്. ബ്രോഡി ഈ ഫുഡിൻ്റെ സാധനവും അൺപ്ലാൻഡ് ആയിരുന്നു? ഫുഡിൻ്റെത് അൺപ്ലാൻഡ്. ഞാൻ ആ റീൽസ് ഇട്ട് തുടങ്ങിയത് അൺപ്ലാൻഡ് ആയിട്ടാണ്. പക്ഷെ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും പണ്ട് തൊട്ടേ കൂടെ ഉള്ള ഒരു സാധനമാണ്. കുക്ക് ചെയ്യുമായിരുന്നു അതോ? കുക്ക് ചെയ്യുമായിരുന്നു. കുക്ക് ചെയ്യാൻ തുടങ്ങിയതും അമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഞങ്ങളിവിടെ മാറിയതിന് ശേഷം. എൻ്റെ സിബ്ലിങ്സ് 3 പേരും ബാംഗ്ലൂരിലായിരുന്നു. ചേച്ചിയും അനിയനും കോളേജിലായിരുന്നു. ചേച്ചി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് ഉടനെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ലൈക്ക് 3 പേർക്കും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഐ വാസ് വർക്കിംഗ്. സോ ഐ ക്വിറ്റ് മൈ ജോബ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈ മോം. അപ്പോൾ ഷീസ് ഗോട്ട് ദിസ് ട്രീറ്റ്മെൻറ്റ് ആണല്ലോ. അപ്പോൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. സോ അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് അതും മിസ് ചെയ്യാൻ തുടങ്ങി, പുറത്തിരുന്ന് കഴിക്കുന്നതും അതൊക്കെ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ചു, കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അതിനു മുന്നേ പറയണമെങ്കിൽ എനിക്ക് സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ്, സ്കൂൾ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ഷെഫ് ആണോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യണം. സ്വിറ്റ്സർലാൻഡിൽ ഐ ഹേർഡ് ദെയർസ് എ ഫേമസ് ഇത് ഷെഫ് പഠിക്കാനൊക്കെ. അപ്പോൾ ഐ വോണ്ടഡ് ടു ഗോ ദെയർ. ബട്ട് അന്നത്തെ എൻ്റെ ഗേൾ ഫ്രണ്ട്, ഇറ്റ്സ് വെരി സില്ലി, അന്നത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും. അവൾ പറഞ്ഞു, നീ സமையல்காரനാ പോണെന്നാ എங்கள் വീട്ടിൽ ഉടനെ ഒത്തുக்க மாட்டாங்க. തമിഴ്. എനിക്ക് തമിഴാണ്, ഞാൻ അവിടെ വളർന്നുകൊണ്ട്. ഷി വാസ് തമിഴ്. അപ്പോൾ ഈ ഷെഫ് എന്നൊക്കെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അന്ന് ഇറ്റ്സ് കോൾഡ് സமையல்காരൻ. അപ്പോൾ അവളുടെ അച്ഛൻ ഡോക്ടറൊക്കെയാണ്. സോ ഷീ സെഡ് ഇഫ് യു ഗോ ഡു ദിസ് എൻ്റെ വീട്ടിൽ. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ബീയിങ് ഇൻ റിലേഷൻഷിപ്പ്. വാട്ട് ടീനേജേഴ്സ്. അപ്പോഴേ ജഡ്ജ് ചെയ്തു. അപ്പം തന്നെ ജഡ്ജ് ചെയ്തു. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ ക്യൂലിരുന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഏത് കോഴ്സ് എന്നുള്ളത് ഞാൻ മൈൻഡിൽ ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ എനിക്കറിയാവുന്നത് എൻ്റെ ചേച്ചി BBM ചെയ്യുന്നുണ്ട്, എന്നാൽ ശരി BBM. അങ്ങനെ ഞാൻ ബിസിനസ് മാനേജ്മെൻറ്റിലോട്ട് പോയി. അങ്ങനെ പോയതാ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇഫ് ഐ ഹാഡ് ഗോൺ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ ഷെഫ് ആകത്തില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാർ ഡെയിലി ഷേവ് ചെയ്ത് ടക്കിൻ ചെയ്ത്, നമ്മളവിടെ കോളേജിലും പോകുന്നു, ക്ലാസ്സിലും പോകുന്നില്ല, ഷേവ് ചെയ്യുന്നില്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു. പക്ഷേ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇസ് വെരി, കോളേജ് ടൈമിലൊന്നും നമുക്കതൊന്നും അത്രയും നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ ചെയ്യത്തില്ല. ദർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ് വെരി ഡെഡിക്കേറ്റഡ്ലി, അവരുടെ പാഷൻ കാരണം. എൻ്റെ പാഷൻ ചിലപ്പോൾ മാറിയാണ്. സോ ഗുഡ് ദാറ്റ് ഷീ ആസ്ക്ഡ് മീ നോട്ട് ടു ജോയിൻ. സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് തോന്നുന്നു കുറേ ഡിസിപ്ലിൻഡ് ആവണം. പിന്നെ ലീവും അങ്ങനെ പറ്റത്തില്ല. ഞാനൊക്കെ ക്ലാസ്സിലേ പോകത്തില്ലായിരുന്നു, അതൊക്കെ അവിടെ നടക്കത്തില്ലായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ പഠിച്ച് തീർക്കത്ത് പോലും ഇല്ലായിരുന്നു. അല്ല ബ്രോ BBA കഴിഞ്ഞിട്ടാണോ മറ്റേ ജോബിന് കയറി? ഞാൻ ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കോൾ സെൻറ്ററിൽ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ അല്ല കോയമ്പത്തൂരിൽ കയറിയപ്പോൾ ഫസ്റ്റ് 1 month ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. സെറ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കൊള്ളാലോ. നൈറ്റ് ഷിഫ്റ്റ്. ഫ്ലോറിൽ കയറിയപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടപ്പുറത്ത് എപ്പോഴും മറക്കത്തില്ല, ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ഷീസ് പ്രഗ്നൻറ്റ്. ആൻഡ് ചേച്ചി എൻ്റെ അടുത്ത് 2nd day or 3rd day എന്തായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ച്, എത്ര നാൾ ഇവിടെ നിൽക്കാനാണ് നിൻ്റെ പ്ലാൻ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 2 വർഷമൊക്കെ സെറ്റാണ്. ബിക്കോസ് ആ സമയത്ത് ദിസ് ഇസ് 2011. അപ്പോൾ എനിക്കൊരു 12,000 rupees എന്തോ സാലറി. ചുമ്മാ ഡെയിലി വരുന്ന കോൾ എടുക്കുന്ന ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഇത് പറഞ്ഞതും ചേച്ചി ഒരു പുച്ഛിച്ചൊരു ചിരി തിരിച്ച്. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അതിലിരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൊണ്ട് ഇറങ്ങി ഓടി. ഞാൻ പിന്നെ പോകത്തില്ല, എനിക്ക് പറ്റിയ പരിപാടിയല്ലായിരുന്നു. അങ്ങനെ ഒരു 1 week എന്തോ 1.5 2 weeks അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ അമ്മ പ്രശ്നം തുടങ്ങി. നീ എന്തോ അതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ടോമി ഹിൽഫിഗറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ടോമി ഹിൽഫിഗർ കോയമ്പത്തൂരിൽ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങി. അപ്പോൾ അതൊരു എൻ്റെ ഫ്രണ്ട് പാർട്ട് ടൈം ആയിട്ട്
ജോലി കയറി. അവൻ PG പഠിച്ചുകൊണ്ട് അവൻ പാർട്ട് ടൈം ചെയ്യുക. ഞാൻ PG പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനം ഓൾറെഡി എടുത്തു. എനിക്ക് പഠിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ലായിരുന്നു. സോ അവൻ പറഞ്ഞു, എടാ ഇവിടെ വേണമെങ്കിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, നീ നോക്കുന്നു എന്ന് പറഞ്ഞു. ഫുൾ ടൈം ആയിരുന്നു? ഫുൾ ടൈം, യാ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐ വാസ് ലൈക്ക് സെയിൽസ് ലൈക്ക് ആൻഡ് യു നോ ടോമി ഈസ് എ ക്ലോത്ത്സ് ആൻഡ് ആക്സസറി സ്റ്റോർസ്. അവിടെ പോയി നമ്മളിങ്ങനെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ അമ്മ വാസ് ലൈക്ക് വെരി ചിൽ. ഷീസ് ലൈക്ക് ഇഫ് യു വാണ്ട് യു ഗോ ഡു ദ ജോബ്, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യുന്ന ആൾക്കാർ എന്താ ആലോചിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ഓക്കെ ഫൈൻ, വൈ നോട്ട്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ പോയി ജോയിൻ ചെയ്തു. പിന്നെ ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് 1 year ഐ ഗോട്ട് പ്രൊമോട്ടഡ് ആസ് എ സ്റ്റോർ മാനേജർ. ഒരു 2.5 years ഞാൻ ടോമിൽ വർക്ക് ചെയ്തായിരുന്നു. 2 വർഷം. ബ്യൂട്ടിഫുൾ ജേർണി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അധികം ജോബ് ചെയ്തിട്ടുള്ള 1-2 ജോബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വർക്ക്. ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, പിന്നെ കുറച്ചും കൂടി സംസാരിക്കാൻ. ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് എപ്പോഴും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഈ ശരീരവും എൻ്റെ ഇത് ലുക്കൊക്കെ കാണുമ്പോൾ ഒരു വിചാരിക്കും ഇവൻ സംസാരിക്കത്തില്ല. പക്ഷെ when people come and talk to me, I was like, okay, fine, this is nice, I like it. ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ മെയിൻലി ബിക്കോസ് ഓഫ് ദ കുക്കിംഗ് തിങ്, നോ, എല്ലാവരും ആർക്കും ഒരു ഇതില്ല, നേരെ വന്ന് പറയും കുക്കിംഗ് കണ്ട് എല്ലാവരും സംസാരിക്കും, which is very nice. അതൊരു സാധനമുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ ഒരാളെ കാണുകയാണെങ്കിൽ ഈ കാണുന്നവർക്ക് ആ ഒരു ബാരിയർ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കും, പുതിയൊരാളായിരിക്കും, പക്ഷെ അവർക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ഒന്ന് സംസാരിക്കും. അതും ഫുഡും കൂടെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ബ്രോഡ് കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളതുപോലെയല്ല, ലുക്കും കൂടിയാണ്. എനിക്ക് ഇത്തിരി എസ്തെറ്റിക്സിന്റെ ഇത് ഉള്ളതാ. എൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് കിട്ടിയതാളി. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര കാര്യം. അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അതേപോലെ ഈ സെർവ് ചെയ്യുന്നതും പ്ലേറ്റിങ്ങും എല്ലാം സൂപ്പറായിരുന്നു. അവിടെ നിന്ന് കിട്ടിയതായിരിക്കും. ഇപ്പൊ ആക്ടിങ് ആ ഒരു ജേർണി കഴിഞ്ഞിട്ട് ഇപ്പൊ ആക്ടിങ്ങിലോട്ട് വരാൻ അത് ശരി. ആക്ടിങ് ബ്രോ, ഞാൻ ലൈക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എന്നെ ആക്ടർ ആവണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ലൈക്ക് വെൻ ഐ വാസ് ഇൻ വോട്ട് 2nd standard 3rd standard ആ ടൈമിലൊക്കെ, അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ആക്ടിങ് ഇസ്. അച്ഛൻ ഇതെന്താ പറയുന്നത്, ലൈക്ക് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഐ വാണ്ടഡ് ടു ബിക്കം എ ഡ്രൈവർ. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറേ ടോയ്സും അച്ഛൻ കുറേ മറ്റേ റിമോട്ട് കാർസും ഇതൊക്കെ. അപ്പോൾ എനിക്ക് അതിലോട്ടാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം, ഐ സെഡ് നോ, ഐ വാണ്ട് ടു ബിക്കം എ ഡ്രൈവർ. അപ്പോൾ ഈസ് ലൈക്ക് യൂസ് ടു ലാഫ് ആൻഡ് സേ നോ, യു വിൽ ബിക്കം എൻ ആക്ടർ. ആൻഡ് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ട്രിവാൻഡ്രത്ത് മധു സർ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. സമ്മർ ക്ലാസ് അത്. അപ്പോൾ എന്നെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ സമ്മർ വെക്കേഷനിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ കാര്യം എന്നെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകും. ദാറ്റ് ഈസ് ലൈക്ക് 2 or 3 weeksന്റെ പരിപാടിയാണ്. എനിക്ക് ഐ തിങ്ക് ഐ വാസ് ഇൻ 3rd standard or 4th standard ആ ടൈം. ബിക്കോസ് ഞാൻ 6th ഉള്ളപ്പോൾ അച്ഛൻ പാസ്റ്റ് പോയി. അപ്പോൾ ഞാൻ 4th standard വല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആക്ടിങ് ക്ലാസ്സൊക്കെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഭയങ്കര വെറുപ്പായിരുന്നു. ബിക്കോസ് എൻ്റെ വെക്കേഷനിൽ എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഹോസ്റ്റൽ പോലെ വിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഐ യൂസ് ടു ക്രൈ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് കോളേജ് അല്ല, ഒരു 10th 11th ഒക്കെ ആയപ്പോഴത്തേക്ക് when I started realizing അച്ഛൻ്റെ ആക്ടിങ് ലെഗസിയും അല്ലാതെ ലൈക്ക് when I started realizing why he kept saying that I should become an actor, എനിക്ക് പതുക്കെ ആക്ടർ ആവണമെന്നുള്ള ഒരു ഇത് വന്നു തുടങ്ങി. ആൻഡ് എനിക്ക് അപ്പം തന്നെ ഓഫേഴ്സ് വരുമായിരുന്നു, ലൈക്ക് 12th standard, ബിക്കോസ് ഐ ഡോണ്ട് ലുക്ക് ലൈക്ക് എ 12th standard ഗോയിങ് ബോയ്. അന്നേ എനിക്ക് മുസ്റ്റാഷും ഐ യൂസ് ടു ലുക്ക് ലൈക്ക് ഐ വാസ് ഇൻ കോളേജ് ഓർ സംതിങ്. സോ എനിക്ക് കുറേ റോൾസൊക്കെ വരുമായിരുന്നു. പക്ഷേ അമ്മ വാസ് വെരി സ്പെസിഫിക് ദാറ്റ് യു നോ, പഠിക്കണം, ജോലിയിൽ എന്തെങ്കിലും കയറണം, എന്നിട്ട് സിനിമ നോക്കിയാൽ മതി. അങ്ങനെ കുറേ ഓഫേഴ്സ് വന്നതെല്ലാം ലൈക്ക് മാറ്റി വെച്ചിട്ട് പിന്നെയാണ് ഫയർമാനിൽ ആദ്യത്തെ റോൾ വരുന്നത്. ദാറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ബ്രോയുടെ ലൈഫിൽ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ്. യാ ബിക്കോസ് ഞാൻ കൂടുതലും കണ്ടത് ഞങ്ങളെ വളർത്തിയത് അമ്മയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 6th standard when I was 12 years old അച്ഛൻ പാസ്റ്റ് അവേ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കോളേജ് സ്കൂൾ മൊത്തം ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ 4 പേരെ. ഒബ്വിയസ്ലി അമ്മയ്ക്ക് ഹെൽപ്പും ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി, ഫ്രണ്ട്സ്, എവ്രി വൺ. പക്ഷെ എന്നാലും ഒരു സിംഗിൾ മോമായിട്ട് നിന്നുകൊണ്ട് 4 പേരെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. അതും പ്രത്യേകിച്ച് ഞങ്ങൾ 4 പേര് 4 ടൈപ്പായിരുന്നു. ആൻഡ് ഫുൾ ടൈം അടിയും പിടിയും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കണം. സോ ഷീ ടുക്ക് ഇറ്റ് അപ്പോൺ ഹെർ സെൽഫ്. ലൈക്ക് ഒരിക്കൽ പോലും ലൈക്ക് ഞാൻ താമസിച്ചിരുന്ന ഒരു വലിയ ഹൗസിംഗ് കോളനിയിൽ, 1,500 പീപ്പിളുള്ള ഹൗസിംഗ് കോളനിയിൽ, പീപ്പിൾ
ഹൂ ഹാഡ് പേരൻസ് അവരെങ്ങനെ ലൈക്ക് അവരെന്ത് പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിക്കുമോ അതിൻ്റെ ഈക്വലായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കഷ്ടമോ അറിയാനോ ലൈക്ക് ഒബ്വിയസ്ലി വി ഹാഡ് ടു അഡ്ജസ്റ്റ് അ ലോട്ട് ബിക്കോസ് ഞങ്ങൾ 4 പേരൊക്കെയാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മോം മേഡ് ഷുവർ ദാറ്റ് ഞങ്ങൾ വാട്ട് എവർ വാസ് നീഡഡ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് ഹർ ആൻഡ് ഷീ നെവർ ബ്രോക്ക് ഡൗൺ. ഞാൻ ഇന്നലെ പറഞ്ഞത് അതാണ്, ലൈക്ക് എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്കതില്ല. ഭയങ്കര സെൽഫ് ഡൗട്ട് ഉള്ള സമയങ്ങളിലെല്ലാം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മേനെ കുറിച്ചാണ്. ബിക്കോസ് ഇഫ് ഷീ ഹാഡ് ദിസ് വി വുഡൻ ബി ഹിയർ നൗ. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആൻഡ് കൂടുതൽ സമയം ഞങ്ങളായിരുന്നു ഒരുമിച്ച്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇവരൊക്കെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴും ഞാനും അമ്മയാണ് ഫ്ലാറ്റിൽ ഫുൾ ടൈം. ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. ഈ സഹോദരങ്ങൾ 4 പേര് തമ്മിലുള്ള ബോണ്ടിങ് അത് അടിയും പിടിയും കാരണമാണ് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആയത്. അടിയും പിടിയും എന്നൊക്കെ പറഞ്ഞാൽ വെട്ടും കുത്തും ആ ലെവലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചേച്ചി ഒരു പ്രാവശ്യം എന്നെ കത്തിയെടുത്ത് കുത്താൻ വരുന്നത് ഞാൻ ഓടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി. അനിയനും അതേപോലെയാ. ഞാനും അനിയത്തിയും ലൈക്ക് പ്രശ്നമായിരുന്നു, പക്ഷെ ഇച്ചിരി മൈൽഡായിരുന്നു. പ്രശ്നം ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ. പക്ഷേ ചേച്ചിയും അനിയനും ലൈക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും ഞങ്ങളുടെ ബോണ്ടിങ് കൂടിയത് ആഫ്റ്റർ വി ലോസ്റ്റ് ബോത്ത് ദ പേരൻസ്. അമ്മ ഉള്ളപ്പോഴും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ വി ലോസ്റ്റ് ദ പേരൻസ് ലൈക്ക് അമ്മയും പോയതിനു ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കൂടുതലും സ്ട്രോങ് ആയി. വി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ ആൻഡ് അതൊരു കോൺഷ്യസ് എഫേർട്ടാണ്. ലൈക്ക് വെൻ യു നോ ദറ്റ് യു ഗൈസ് ആർ ദേർ, ദറ്റ്സ് ഓൺലി യു ഗൈസ് ആർ ദേർ ഫോർ യു ഓൾ എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ കോൺഷ്യസ് ആയിട്ട് യു സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺ. അന്നേ വരെ നമുക്ക് അവരുടെ അടുത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അവർ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് ഓൾ ദാറ്റ്. സോ ആൻഡ് ഇറ്റ്സ് ബീൻ ഗോയിങ് സ്ട്രോങ് ആൻഡ് അതങ്ങനെ തന്നെ പോട്ടെ. ആൻഡ് ഇപ്പോൾ ചേച്ചിക്ക് ഒരു മോളുണ്ട്. സോ ഷീ കണക്ട്സ് എസ് ഓൾ. അവളുടെ പേര് അഡോർ എന്നാ. ഷീ 6 years old now. ഇപ്പോൾ അവളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മറ്റേ സെൻറ്റർ പോയിന്റ്. ഷീ ഈസ് ദ മാഗ്നറ്റ് ദാറ്റ് പുൾസ് ഓൾ ഓഫ് us together. അവരും പുറത്താണെന്ന് പറയുന്നത്. 2 പേരും ദുബായിൽ. ചേച്ചി ദുബായിൽ, അനിയത്തി അബുദാബിയിൽ. വരും ഇടയ്ക്കിടയ്ക്ക് തേക്കാം, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും. സോ വി ആർ ഓൾവേസ് കണക്റ്റഡ്. അങ്ങനെ മിസ് ചെയ്യുന്ന പരിപാടിയോ അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഞങ്ങൾ എപ്പോഴും ലൈക്ക് വി ഡോണ്ട് ട്രൈ ടു ബി കണക്റ്റഡ് ഓൾ ദ ടൈം. ലൈക്ക് ഓവറായിട്ട് വി ഗിവ് ഈച്ച് അതർ അവർ ഓൺ സ്പേസസ്. അതിലൊരു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറയാം നമുക്ക് ദാറ്റ് ലവ് ഓൾവേസ് സ്റ്റേസ്. ഓവറായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സംതിങ് ഐ ഹവ് ലേൺഡ്. ബ്രോയ്ക്ക് എന്നൊരു സ്പേസ് ആവശ്യമുള്ള ഒരാളാണ് എനിക്ക്. ഞാൻ ഒരു ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ ഐ ക്യാൻ ബി ലൈക്ക് ദാറ്റ് വേർ ഐ ക്യാൻ ബി വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ, ബി എൻഗേജിങ്, എല്ലാവരുമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ വുഡ് ലൈക്ക് ടു ബി അലോൺ. അതിലൊന്നും എനിക്കൊരു സ്വിച്ച് ലൈക്ക് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ലൈക്ക് ഹൗ ആർ യു ഏബിൾ ടു ഡു ഇറ്റ്. ഐ എം ടോട്ടലി കൂൾ വിത്ത് ഇറ്റ്. എനിക്കത് ഐ റിയലി ലൈക്ക് ബീയിങ് അലോൺ സംടൈംസ്, നോട്ട് ഓൾവേസ് ബട്ട് സംടൈംസ്. ഞാൻ പറഞ്ഞു ഐ തിങ്ക് എ ലോട്ട്. എനിക്ക് ചില സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ അതൊക്കെ ലൈക്ക് ദാറ്റ് യൂസ് ടു ബി മോർ ഓൺ ദ ഈ സെൽഫ് ഡൗട്ടും നെഗറ്റീവായിട്ട് ലൈക്ക് നോട്ട് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ്. ഇപ്പോൾ അതങ്ങനെയല്ല. ലൈക്ക് ഐ നോ ആ ഒരു ഫേസ് ഒക്കെ എപ്പോഴായിരുന്നു അത് ശരിക്കും തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഫിറ്റ്നസ്സാണ്. യാ, ഫിറ്റ്നസ്സിൽ കൂടി മാത്രമാണ് എനിക്ക് ആ ഒരു ഫിറ്റ്നസ്. ആൻഡ് വൺ മോർ തിങ് ഇസ് മെഡിറ്റേഷൻ. ഇപ്പോൾ ഞാനൊരു 6-7 months ആയിട്ട് ഐ ബീൻ മെഡിറ്റേറ്റിംഗ്. സോ സ്വന്തമായിട്ടാണോ അതോ എവിടെയെങ്കിലും? ഞാൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു. എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ട് ഒരുത്തൻ ഹി സജസ്റ്റഡ് മീ സദ്ഗുരുവിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് മിറക്കിൾ ഓഫ് മൈൻഡ്. അപ്പോൾ അതിൽ ഗൈഡഡ് മെഡിറ്റേഷനാണ്. സോ യു സ്റ്റാർട്ട് വിത്ത് ഫ്രം 7 minutes, 12 minutes, 15 minutes, 18 minutes, 21 minutes, അങ്ങനെ വേരിയസ് ലെവൽസ് ഉണ്ട്. സോ ഏത് ലെവലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹൗ മെനി മിനിറ്റ്സ് ഡു യു വോണ്ട് ടു മെഡിറ്റേറ്റ് എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യു ഹാവ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തോട്ട്സ്. മൈൻഡിങ്ങനെ വേവറിങ് ആയിരിക്കും, പക്ഷേ സ്റ്റിൽ യു വിൽ ബി ഏബിൾ ടു കൺട്രോൾ യുവർ തോട്ട്സ്. നമ്മൾക്ക് ഏതൊക്കെ തോട്ട്സ് വേണ്ട എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫിറ്റ്നസ് ആൻഡ് മെഡിറ്റേഷൻ രണ്ടും കൂടെ ചേർന്നാണ് എനിക്കിപ്പോൾ മേക്കിംഗ് മീ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് മോർ കാം. എനിക്കാണ് ബ്രോ കുറച്ചും കൂടി പ്രൊമോട്ടും ചെയ്യുന്നുണ്ട് ഫിറ്റ്നസിൻ്റെ. ഞാൻ റീൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഐ വോണ്ട് പീപ്പിൾ ടു. എനിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്
ബിക്കോസ് ഐ ഹാവ് ദിസ് ഫിസിക് ആൻഡ് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഐ വാസ് ഓക്കെ. ആൻഡ് അതിനിടയ്ക്ക് എനിക്കൊരു സർജറി ഉണ്ടായി, ലൈക്ക് ലിഗമെന്റ് ടയർ ആയി. അപ്പോൾ ലിഗമെന്റ് ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് ഫിസിയോ മര്യാദയ്ക്ക് ചെയ്തില്ല. കംപ്ലീറ്റ്ലി മൈ ഫോൾട്ട്. ആ ഫിസിയോ ഞാൻ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് പ്ലേഡ് വെൽ. ഞാൻ ഫിസിയോ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയി കളിക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് പഴയ മൂവ്മെൻറ്റും ഒന്നും കിട്ടുന്നില്ല. ആൻഡ് ഐ വാസ് ഇൻ കോളേജ് ബൈ ദാറ്റ് ടൈം. അപ്പോൾ ഫുഡ് അടി, കറക്കം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ സ്പോർട്സിലിരുന്ന് വലിഞ്ഞു. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് പുട്ടിങ് ലോട്ട് ഓഫ് വെയിറ്റ്. ആൻഡ് ഈ സർജറി കഴിയുമ്പോഴത്തേക്ക് കുറേ സ്റ്റെറോയിഡ്സ് ഒക്കെ കഴിക്കും, ടാബ്ലറ്റ്. അങ്ങനെ ഞാൻ ഭയങ്കര വെയിറ്റ് ഇട്ടു. ആൻഡ് ദെൻ കോളേജ് പോയി ഫുഡ് അടി ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്ക് ദാറ്റ് സ്റ്റേഡ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ബീങ് ഒബീസ്. സോ എൻ്റെ അടുത്ത് ആൾക്കാർ പറയും, ഇത് കോളേജ് സമയത്ത് ഐ വാസ് ലൈക്ക് വെരി ഹ്യൂജ്. അപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് അന്ന് തൊട്ടേ പറയുന്നതാണ്, ഫിറ്റ്നസ് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക അതെന്നൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ചെയ്യത്തില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഗുഡ് ഓർ ബാഡ്, എനിക്ക് തോന്നണം, എനിക്ക് തോന്നിയാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ ദാറ്റ് അത് കാരണം എന്തെങ്കിലും ഡിലേ ആയോ അല്ലെങ്കിൽ അത് കാരണം വാട്ട് എവർ ഐ ഏൺ ഓർ വാട്ട് എവർ ഐ ലൂസ്, ഐ ഡോണ്ട് റിഗ്രറ്റ്. ദാറ്റ്സ് ഹൗ ഐ ബിലീവ്. ഐ നീഡ് ടു ബിലീവ് ഇൻ സംതിങ് ടു ഡു. ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റേ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് മുന്നേ പോവുമായിരുന്നു, പക്ഷെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ലായിരുന്നു. ഞാൻ പോവും, എക്സ്റ്റെൻസീവ് ആയിട്ട് കാർഡിയോ ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. പക്ഷെ അതിലൊരു കാര്യമില്ല, വെറുതെ കാർഡിയോ മാത്രം ചെയ്തിട്ട് ദർ ഇസ് നോ പോയിന്റ്. നമുക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യണം. ബിക്കോസ് ലോങ് റണ്ണിൽ നമുക്ക് മസിലാണ് വേണ്ടത്. ലൈക്ക് സോ അത് ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ഫോക്കസും, നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആവും. ആൻഡ് ആ ഒരു നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ലെറ്റ്സ് സേ യു ആർ ഡൂയിങ്, ഞാനിപ്പോൾ ഒരു 1.5 2 hours ചെയ്യും. ഒരു ദിവസം നമ്മൾ 2 hours എന്ന് പറയുമ്പോൾ ദിസ് 2 hours ആഡ്സ് ടു യുവർ ലൈഫ്. സോ ഓൺ എ ലോങ് റൺ യു ആർ ഗോയിങ് ടു ബി ഒരു മാരത്തൺ റണ്ണർ പോലെ. യു വിൽ കീപ് റണ്ണിങ്. സോ അത് ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. ആൻഡ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഐ ഡോണ്ട് റിഗ്രറ്റ് ദാറ്റ് മേ ബി അന്നേ തുടങ്ങിയിരിക്കണം എന്നുള്ള തോട്ടൊന്നും. എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന കുറേ യങ് ബോയ്സ് 25 26. ബട്ട് വെൻ ഐ ലുക്ക് അറ്റ് ദം ഐ ഫീൽ ഹാപ്പി. ഇവന്മാർ ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാൻ ആ പ്രായത്തിൽ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് സീയിങ് തിങ്സ് ദാറ്റ് വേ. ഞാൻ ഒരിക്കലും എന്നെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ വേറൊരാളുടെ നല്ലതോ അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് കണ്ടിട്ട് അതിന് ഫീൽ ചെയ്യുന്ന ഒരാൾ അല്ല ഞാൻ. സോ ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഓർ ബാഡ് ഇറ്റ്സ് ഓൺ മീ, ഇറ്റ്സ് മൈ കോൾ. പിന്നെ ബ്രോ പറഞ്ഞു ഫുഡും അങ്ങനെ ഫുഡ് കൺട്രോൾ ഒന്നും ചെയ്യത്തില്ല ബ്രോ. ബിക്കോസ് ഞാൻ ഫുഡി. ഞാൻ ട്രെയിനറിൽ ജിം ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വരുന്നത് എനിക്ക് ആഗ്രഹമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇന്നത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരത്തില്ല. ആൻഡ് ലക്കിലി എൻ്റെ ട്രെയിനർ ഒരു ഫുഡ് ബ്ലോഗറാണ്. അപ്പോൾ അവൻ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ഞാൻ അവന് പോയി ഫുഡും കഴിക്കും. ഈസ് എ വെരി ചിൽ ഗൈ. അടിപൊളി കോംബോയാ. ഞാൻ ഇതുപോലത്തെ ട്രെയിനർ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ബിക്കോസ് എനിക്ക് വേറെ കുറേ ട്രെയിനേഴ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എല്ലാവരും എന്നെ കൊണ്ട് കുറേ വെയിറ്റ്സ് പുഷ് ചെയ്യിപ്പിക്കും. അതങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മടുക്കും. ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ്. ചില ട്രെയിനേഴ്സ് കാരണം ചിലപ്പോൾ അടുത്ത ദിവസം പോകാൻ തോന്നൂല. സത്യം എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവനെ കാണാൻ വയ്യാന്ന് വിചാരിച്ചു. പിന്നെ ബ്രോ പറഞ്ഞില്ലേ ഈ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണെന്ന്. അപ്പോൾ ബ്രോ പറഞ്ഞ ഇടയ്ക്ക് കോവിഡ് സമയത്തും ഇതുപോലെ സ്റ്റക്കായി പോയി. കോവിഡ് സമയത്ത് അത് എവിടെയായിരുന്നു സ്ഥലം? എവിടെ? ഞാൻ സ്റ്റക്കായത് കൊച്ചിയിലാണ്. ബിക്കോസ് ആ ടൈമിൽ കാവൽ മൂവിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയിട്ടില്ല, കോവിഡിൻ്റെ ഇത് പ്രശ്നമൊക്കെ തുടങ്ങിയിട്ട് ഷൂട്ട് നിർത്തി. ബ്രേക്ക് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ദുബായ് പോകേണ്ടതായിരുന്നു. ബിക്കോസ് ആ ടൈമിൽ ചേച്ചിയുടെ ഡെലിവറി ടൈമായിരുന്നു, ഫെബ്രുവരി 20th. അതിന് 2 weeks മുന്നെയോ എന്തോ ആണ് പടം നിർത്തുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അനിയൻ ഓൾറെഡി പോയി, അവിടെ പോയി ദുബായിൽ പോയി ഡെലിവറിക്ക് വേണ്ടി പോയി. അവനെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു, ബിക്കോസ് എനിക്ക് ഷൂട്ടുള്ളതുകൊണ്ട് യു ഗോ ഏർലിയർ, ഞാൻ ഷൂട്ട് തീർത്തിട്ട് ഐ വിൽ ജോയിൻ എന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നാണ് മറ്റേ ഫ്ലൈറ്റ്സും എല്ലാം ക്യാൻസൽ ചെയ്ത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കൊച്ചിയിൽ ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും അവരുടെ ഫ്ലാറ്റിൽ സ്റ്റക്കായി. വെച്ചാൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ ഇപ്പോൾ ഇരിക്കുന്ന പോലെ വീട്ടിൽ ഇരിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ
ഒരു ദിവസം 2 ദിവസം സമയം കിട്ടിയാലും ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോകും. ആ ടൈമിൽ ലോക്ക്ഡൗൺ ആയി. ട്രിവാൻഡ്രം വന്നിട്ടും കാര്യമില്ല, ബിക്കോസ് ഇവിടെ അവനും ഇല്ല. അവനും അവിടെ പോയി, ദുബായിൽ പോയി. ഇവിടെ വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോൾ അതിലും ഭേദമാണ് അവിടെ അറ്റ്ലീസ്റ്റ് എനിക്ക് 2 ഫ്രണ്ട്സെങ്കിലും ഉണ്ട് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവന്മാരുടെ കൂടെ ഇരുന്നു. ഒരു മാസം പിടിച്ചിരുന്നു. ഓക്കെ, 1.5 months ആയപ്പോഴത്തേക്ക് എനിക്ക് വട്ടായി തുടങ്ങി. ബിക്കോസ് ഡെയിലി ഞങ്ങളിങ്ങനെ മോൻ കണ്ടുകൊണ്ടിരിക്കുമോ, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഓൾസോ. സോ നിങ്ങളിങ്ങനെ ഇരിക്കുമോ മൊത്തം. വൈകിട്ട് പോകും, ക്രിക്കറ്റ് കളിക്കും. അതും ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഐ വോണ്ടഡ് ടു ഗോ സംവെയർ. പാസ് അപ്ലൈ ചെയ്ത് എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഈ കോത്തിഗിരി എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ ഹോം സ്റ്റേ റൺ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഗോകുൽ. അപ്പോൾ അവൻ വിളിക്കുമ്പോഴൊക്കെ അവിടെ ഫുൾ ചില്ല. ചില്ലെന്ന് വെച്ചാൽ അവിടെ ബോയ്സ് ഡെയിലി വരുന്നു, വൈകിട്ടാകുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു, പാർട്ടി ചെയ്യുന്നു, ഫുൾ ഓൺ. അപ്പോൾ ഞാൻ എന്നാൽ അങ്ങോട്ട് പോവാം. എങ്ങനെ പോവും എന്ന് നോക്കിയിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു റൈസ് മില്ലുണ്ട് പാലക്കാടിലുള്ള. അപ്പോൾ അവൻ്റെ ട്രക്ക് ആഴ്ചയിൽ 2 ദിവസം കൊച്ചി വരും, അൺലോഡ് ചെയ്യാൻ, ലോഡ് കൊണ്ടുവരും. അവൻ പറഞ്ഞ് അത് കയറിയാൽ നിനക്ക് പാലക്കാട് വരെ ഉള്ള വണ്ടിയായി, നീ ഇവിടെ വാ, നമുക്ക് ഇവിടെ നിന്ന് ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ട്രക്ക് കയറി. ട്രക്കായതുകൊണ്ട് ഒരു സുഖമായിരുന്നു കേട്ടോ. ഇന്ന് ചിലപ്പോൾ പറയുമ്പോൾ ഇതൊക്കെ ആയതുകൊണ്ടോ, അന്ന് പിടിച്ചിരുന്നെങ്കിൽ വേറെ സീനായിരുന്നു. ട്രക്കായതുകൊണ്ട് എവിടെ നിർത്തിയില്ല, ഒന്നുമില്ല. ഞാൻ പാലക്കാട് എത്തിയിട്ട് അവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാവും. ഒടുക്കത്തെ ചെക്കിങ്ങാണ്. നമ്മൾ എന്തൊക്കെയോ ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. എങ്ങനെ പോയാലും പൊക്കും എന്നുള്ള ഒരവസ്ഥ. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോകത്തില്ല, ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പോകും, തിരിച്ചു കൊച്ചി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി. അവിടെ ഊട്ടിയിലിരുന്ന് വെജിറ്റബിൾസ് വരും. അപ്പോൾ അങ്ങനെ ട്രക്സ് വരും. അതിലാരുടെ അടുത്തെങ്കിലും ചോദിച്ച് കയറി പോവാം. ഓക്കെ, അവിടെ പോയി ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വെളുപ്പിനെ 2:30 മണിക്ക് പുള്ളി ലോഡൊക്കെ ഇറക്കിയതിന് ശേഷം പുള്ളിയുടെ കൂടെ കയറിപ്പോയി. എനിക്ക് ആ ജേർണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. പുള്ളി മേട്ടുപ്പാളയം വരെ എന്നെ കൊണ്ടുപോകത്തുള്ളൂ, മേട്ടുപ്പാളയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവന് എസ്റ്റേറ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ അവൻ്റെ അടുത്ത് പിക്കപ്പ് ട്രക്ക് ഉണ്ട്. അപ്പോൾ അവൻ പിക്കപ്പ് ട്രക്ക് എടുത്തുകൊണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ഈ ജേർണിയിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി എന്നെ മേട്ടുപ്പാളയം കൊണ്ടുപോയ ഡ്രൈവർ. അവിടെ പോയപ്പോൾ ഞാൻ ഇത്രയും കോവിഡ് സമയത്ത് തന്നെ ഇവിടെ വരെ എത്തിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഐ വോണ്ടഡ് ടു ഗിവ് ഹിം സംതിങ്. ഞാൻ എന്തോ ഇച്ചിരി പൈസ കൊടുത്തു, പുള്ളി അത് വാങ്ങിച്ചില്ല. അല്ലെ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ വെച്ചോ. പുള്ളി പറഞ്ഞില്ല, ഞാൻ ഫാസ്റ്റിംഗ് ടൈം ആയിരുന്നു അത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, ഞാൻ അങ്ങനെ അത് ചെയ്തതായിട്ടൊക്കെ. പുള്ളിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പുള്ളി പോകുന്ന വഴിയൊക്കെ എൻ്റെ അടുത്ത് പുള്ളിയുടെ ഫാമിലിയുടെ കഥകളും പിള്ളേരെ പഠിപ്പിക്കുന്ന കഥകളും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി അത് വാങ്ങിച്ചില്ല. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ നാളെ മോട്ടിവേറ്റ് ചെയ്യും ടു ഡൂ തിങ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കോത്തഗിരി എത്തി അന്ന് അവിടുത്തെ ബെവറേജസ് ഓപ്പൺ ചെയ്യുന്ന ദിവസമായിരുന്നു. അവിടെ അത്ര ദിവസം ഫസ്റ്റ് ലോക്ക്ഡൗൺ. ഞാൻ എത്തുന്നു, തുറക്കുന്നു, പിന്നെ ഫുൾ ഓൺ പാർട്ടി. ഇത് അങ്ങനെ ഒരു മാസം ഫുൾ ഓൺ പാർട്ടിങ് ആയിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെജിറ്റബിൾ ബിസിനസ് തുടങ്ങി. ഊട്ടിയിലിരുന്ന് വെജിറ്റബിൾ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ചെന്നൈയിലുണ്ട്. അവന്മാർ തന്നെ അളിയ ഇവിടെ വെജിറ്റബിൾസിന് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ അയക്കും, ഞങ്ങളിവിടെ സെല് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിക്കപ്പ് ട്രക്ക് കൊണ്ടുവന്ന് പിക്കപ്പ് ട്രക്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അങ്ങോട്ട് അയക്കും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എസെൻഷ്യൽസ് എല്ലാമായിട്ട് ബ്രോ നിങ്ങൾ വന്ന് നോക്കണമായിരുന്നു. ഞങ്ങൾ ഡെയിലി അവിടെ ക്രിക്കറ്റ് കളിക്കും. ഫസ്റ്റ് 1 month ഫുൾ പാർട്ടിങ് ആയിരുന്നു. പിന്നെ ഡിസിപ്ലിൻ ലൈഫായി. വീക്കെൻഡ് മാത്രമേ ഡ്രിങ്കിങ് ഉള്ളൂ, വീക്കെൻഡ് മാത്രമേ പാർട്ടിങ് ഉള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും പണിയെടുക്കും ഞങ്ങൾ. എസ്റ്റേറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ കോവിഡ് ആയപ്പോഴത്തേക്ക് പതുക്കെ ആൾക്കാർ, ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ തന്നെ വർക്ക് ചെയ്യും. ചേച്ചിമാർ വരും, ഇലയൊക്കെ ടീ എസ്റ്റേറ്റ്, അപ്പോൾ ഇലയൊക്കെ എടുത്തിടും. ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ പിക്കപ്പ് ട്രക്കിൽ ഇതെല്ലാം ലോഡ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഒരു ഡ്രൈവൊക്കെ പോയി, അവന് 2-3 എസ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ എല്ലായിടത്തും പോയി പിക്ക് ചെയ്യും. പോയി ടീ ഫാക്ടറിയിൽ അൺലോഡ് ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുന്നവർക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ലൈഫായിരുന്നു ഒരു 7 months. അവിടെ വലിയ റെസ്ട്രിക്ഷൻസ്, ഇത് ബ്രോ. മാസ്ക് ഇടണമെന്നൊക്കെ പറയും, ഇടയ്ക്കിടയ്ക്ക് അവന്മാർ പിടിക്കും, ഫൈൻ അടിക്കും. അതല്ലാതെ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഡിഫറെന്റ് വേൾഡ്. കോവിഡ് ഇല്ലായിരുന്നു അവിടെ. ഇവിടെ വൺ ടെറർ. ഡ്രോണൊക്കെ വെച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോൺ വെച്ച് പിടിക്കുമായിരുന്നു. പുറത്ത് ബോർഡർ കടന്നവരെയൊക്കെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച്
ഒരു വീട്ടിലറിയാതെ പോയ കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്നെ അങ്ങനെ പോക്കേണ്ടതായിരുന്നു. നമ്മളതിലുണ്ട് ഇങ്ങനെ ബോർഡർ കടന്നവരെയൊക്കെ പഞ്ചായത്ത് വിളിച്ചിട്ട് പറയും നിങ്ങളെ മോൻ ഇങ്ങനെ പോയിട്ടുണ്ട്. പഞ്ചായത്തിലുള്ള എല്ലാരും അറിയും. അതാണ് റൂട്ട് മാപ്പ്, ഒരു റൂട്ട് പിന്നെ നമ്മളൊരു അല്ല നമ്മളിപ്പോ ആലോചിക്കുമ്പോ സില്ലിയാണ്. അന്നൊരു ഇറ്റലിയിലൊരു ഫാമിലി ഇടുക്കിയിൽ എന്തോ വന്നിട്ട് അവര് പുറത്തിറങ്ങിയെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അവരാണ് ഇവിടെ ഫുള്ള് സ്പ്രെഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് അവരാണ് കാരണം, അവരെ കാരണമാണ് ഇവിടെ കോവിഡ് എന്നും പറഞ്ഞിട്ട് അവരിപ്പം പാവമില്ലേ, അവരെന്തുമാത്രം ആൾക്കാരൊക്കെ പ്രാഗിട്ടുണ്ട്. മറ്റേ ആ പഴം വാങ്ങിക്കാൻ പോയ പയ്യനെ ഓടിച്ചിട്ട് പിടിച്ചില്ല, തല്ലി ഓടിച്ചിട്ട് ഒരു മീൻ മെറ്റീരിയൽ ആയി പോയില്ല ആ ഒരു സമയത്ത്. അവിടെ ഇതൊന്നും ഇല്ലായിരുന്നു, അവിടെ ഫുൾ ചില്ലായിരുന്നു. അല്ല ഇപ്പൊ ഇവിടെ ഇപ്പം എന്താണ് ഒരു ഡെയിലി റൊട്ടീൻ? ഇവിടുത്തെ ഡെയിലി റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock in the morning. അതിപ്പോൾ ഞാൻ പുതിയതായിട്ട് പിക്ക് ചെയ്ത ഒരു ഹാബിറ്റാണ്. 5 o'clock എന്നേക്കും ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് മെഡിറ്റേഷൻ, പിന്നെ ജേർണലുണ്ട്. അതൊക്കെ ഭയങ്കര, ഇതൊക്കെ പണ്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് പുച്ഛമായിരുന്നു. കളിയാക്കുന്നത് മാത്രമല്ല, ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ ഇറ്റ്. ഇതിലൊക്കെ എന്തായിരിക്കുന്നത്, ലൈക്ക് യു ക്യാൻ ടീച്ച് യുവർ സെൽഫ്, യു ക്യാൻ മേക്ക് യു ഡു ഇറ്റ് യുവർ സെൽഫ്, വൈ ഡു യു ഹാവ് ട്രൈ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആൾ. പക്ഷേ അതിൻ്റെയൊക്കെ ഡിഫറൻസ് ഇപ്പോഴാണ്. സോ ഐ ഡു മൈ ജേർണൽ ആൻഡ് ചെറിയ രീതിക്ക് വർക്കൗട്ട് ചെയ്യും. രാവിലെ ജിമ്മിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ ഇച്ചിരി ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യും. ആൻഡ് ദെൻ ഐ ഹാവ് മൈ ഏർലി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മ്യൂസിക് ഒരു ക്ലോസ് ടു ഒരു 1/2 hour 45 minutes എനിക്ക് ഇഷ്ടമുള്ള പാട്ടിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കേൾക്കും. ദാറ്റ് ഈസ് മൈ ആക്ച്വൽ എനർജി. എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജിമ്മിൽ പോകാൻ ടൈം ആകും. ഐ ഗോ ടു ദ ജിം, വർക്കൗട്ട് ഫോർ 2 hours, കം ബാക്ക്, കുക്ക്, ഈറ്റ്. ആൻഡ് ഇത് ഇപ്പോൾ ഞാൻ ഈ റീൽസും പരിപാടിയൊക്കെ കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് ഐ ലുക്ക് ഫോർ ലോട്ട് ഓഫ് ന്യൂ സ്റ്റാഫ്. മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ മ്യൂസിക് പഠിക്കാം. പഠിക്കുന്നുണ്ട്, കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാ ഫസ്റ്റ് ഒരു പാട്ട് പാടി തുടങ്ങാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കും, ഞങ്ങളുടെ പാട്ടും നമുക്ക് മൊത്തം ഷോ പാട്ട് ഷോ ആക്കാം. അപ്പോൾ yeah, that's it. Cooking and then reels ന്റെ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. And then I watch movie. I make sure I watch one movie. ഒരു ദിവസം ഒരു പടം കാണും. റീൽസിന്റെ കുറച്ചൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. റീൽസിന്റെ അത്രയും ബ്രോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് ഐ റിയലി ലുക്ക് അപ്പ് ടു പീപ്പിൾ ഹു ഡു കണ്ടന്റ്സ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. കാണാൻ എളുപ്പമാണ്, 30 seconds or 1 minute. ബട്ട് അത് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി ടു ഡു ഇറ്റ് ഇൻ ദ ഫോൺ ഭയങ്കര സ്ട്രെയിനാണ്. സോ ചെയ്യുന്നവരൊക്കെ മാഡ് റെസ്പെക്ട്. ഈ ഫസ്റ്റ് സാധനം എങ്ങനെയാ ഇടണമെന്ന് വിചാരിച്ചത്? ചുമ്മാ എടുത്തപ്പോഴത്തേക്ക് ഇടാൻ വേണ്ടി എടുത്തതാണോ അതോ അല്ലാണ്ട്? ചുമ്മാ ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു AR റഹ്മാൻ സാറിൻ്റെ പാട്ട് ചിക്ക് ബുക്ക് റെയിൽ, അതിലൊരു ഇൻ്റർലൂഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തോ ഇൻസ്റ്റാഗ്രാം സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഇൻ്റർലൂഡ് വെച്ച് ആരോ ഒരു റീൽസ് ചെയ്തിരുന്നത് കണ്ടപ്പോൾ ഭയങ്കര രസം. ഞാൻ പറഞ്ഞില്ല മ്യൂസിക് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ലൈക്ക് ഈ മ്യൂസിക് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ആ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ ഐ വാസ് കുക്കിംഗ്. ഐ വാസ് ലൈക്ക് ഓക്കെ, വൈ നോട്ട് ഡു ദിസ്, വൈ നോട്ട് ട്രൈ ഇറ്റ്. അങ്ങനെ ചെയ്തപ്പോൾ ഇറ്റ് വർക്ക്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദ മ്യൂസിക്. ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ് ഈസ് ബിക്കോസ് മ്യൂസിക്, ഫുഡും മ്യൂസിക്കും എന്ന് പറയുന്നതാണ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും ആൾക്കാരുടെ അടുത്ത്. അത് AR റഹ്മാൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കയറി അങ്ങ് കണക്റ്റായി. Then I thought okay, and then a lot of people started messaging saying you should do more of this. അപ്പോൾ എൻ്റെ മറ്റേ ഓൾട്ടർ ഈഗോ പുറത്തു വന്നു, ഷെഫ് അതെ ഓക്കെ പിടിച്ചോ. പിന്നെ എല്ലാ ആഴ്ചയും എവറി സൺഡേസ്, വീക്ക് ഡേ ഞാൻ ചെയ്യും. പക്ഷെ വീക്ക് ഡേ ഞാൻ എൻ്റെ ഫുഡ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് അതും ആൾക്കാർ പറയാറുണ്ട്, ലൈക്ക് ഡൂ ഇറ്റ് ലൈക്ക് യുനോ വർക്കൗട്ട് മീലായിട്ടൊക്കെ കാണിക്കുന്നൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് അത് മാത്രം ചെയ്യണമെന്നല്ല എൻ്റെ പരിപാടി. ലൈക്ക് I enjoy cooking. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ I want people also to just enjoy it, that process, the food that I cook. I don't want people to look at me as a chef. I want people to look at someone who enjoys food and who loves to share whatever I'm enjoying. ബ്രോ പറയണ തന്നെ ഒരു ചീറ്റ് മീൽ, ഇന്നത്തെ ചീറ്റ് മീൽ ആ ഒരു നരേഷനാണ്. മ്യൂസിക്കും ആ നരേഷനും അത് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ചീറ്റ് മീലാ സത്യം പറഞ്ഞാൽ എൻ്റെ ചീറ്റ് മീലാണ്. ഞാൻ സൺഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ക്ലീൻ ആയിട്ടാണ് കഴിക്കുന്നത്. ലൈക്ക് പൾസസും വെജീസും അധികം കറിയൊന്നും യൂസ് ചെയ്യത്തില്ല, കൂടുതലും കേർഡ് അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. വീക്കെൻഡ് ആകുമ്പോൾ ഐ മേക്ക് ഷുവർ. മീറ്റും അങ്ങനെ ഞാൻ വീക്ക് ഡേയ്സിൽ മീറ്റ് കഴിക്കാറില്ല. ഇല്ല എഗ്ഗും എൻ്റെ പ്രോട്ടീൻ മൊത്തം ഞാൻ എഗ്ഗിലും പിന്നെ പ്രോട്ടീൻ പൗഡറിലും അങ്ങനെയാണ് പോകുന്നത്.
ഞാൻ അങ്ങനെ വീക്ക് ഡേയ്സിലും മീറ്റൊക്കെ എടുക്കാൻ തുടങ്ങുവാണെങ്കിൽ ഐ സ്റ്റാർട്ട് ബിക്കമിങ് മോർ മറ്റേ ബൾക്കി. എനിക്ക് അത് വേണ്ട. സോ ലൈക്ക് ഐ വോണ്ട് മോർ മറ്റേ അത്ലറ്റിക് ലീൻ. ആ ബിക്കോസ് ഞാൻ ബ്രോ എപ്പോഴും ഞാൻ ഈ വലുതല്ല, എനിക്ക് ചെറുതാണ്. ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചുള്ള പ്രോട്ടീൻ കിട്ടുമോ ഈ അതാ ഞാൻ പറഞ്ഞു, ഈ ബൾക്കി ആവാനുള്ളതൊന്നും കിട്ടത്തില്ല എനിക്ക്. എൻ്റെ മൈൻഡിലുള്ള ഒരു ലീൻ മസിൽ കിട്ടാനുള്ളത് അത് കൂടുതലും വർക്കൗട്ടിലും കൂടെയാ. അപ്പോൾ ഈ അനിയനും ഈ ഫുഡ് തന്നെയാണോ കഴിക്കുന്നത്? അവനെ കണ്ടിട്ടാ ബ്രോ ഞാൻ ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. അവനാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് ലൈക്ക് എനിക്ക് ചൈനീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് രാത്രി, ഇതൊക്കെ മറ്റേ വർക്കൗട്ടിന് മുന്നേ എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഡ്രാഗൺ ചിക്കൻ ഇങ്ങനെ വേണം. ലൈക്ക് ഒരു സാധനമായിട്ടൊന്നും എനിക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ചിക്കൻ ബിരിയാണി കഴിക്കുവാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചിക്കനും കൂടെ വേണം. എപ്പോഴും എന്തെങ്കിലും കൂടെ എന്തെങ്കിലും സ്റ്റാർട്ടേഴ്സ് സംഭവം വേണം. രാത്രിയാണ് ഏറ്റവും കൂടുതൽ വിശപ്പ് വരുന്നത്. രാത്രിയാകുമ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യും. എന്നിട്ട് വരും, ഞാനും ഇവനും ഹാളിലിരിക്കുന്നു. നിങ്ങൾ വന്നില്ല, ഹാളിലിരിക്കും, ടി വി ഒക്കെ ഇട്ടിരുത്ത് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ എനിക്കിഷ്ടം. ഇരിക്കുമ്പോഴത്തേക്കും അവൻ ഓപ്പോസിറ്റിലിരിക്കും. ഞാൻ ബിരിയാണി ഇതൊക്കെ കഴിക്കുമ്പോൾ അവൻ അപ്പുറത്തിരുന്ന് ഓട്സ് കഴിക്കും. അപ്പോൾ ഞാൻ പറയും, എടാ ഇച്ചിരി. നമ്മളില്ല, എനിക്ക് വേണ്ട. നമ്മൾ നല്ല ഇച്ചിരി എടുക്കുക. നമ്മളില്ല വേണ്ട. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലേ, ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്നുള്ളതേ എനിക്കറിയാം. അത് വേറെ ലെവൽ മൈൻഡ് സെറ്റ് കേട്ടോ സത്യം പറഞ്ഞാൽ, ഫുഡ് കൺട്രോൾ ചെയ്യാൻ. അതും പ്രത്യേകിച്ച് ഓപ്പോസിറ്റിൽ ഒരാൾ ഇരുന്ന് ഞാൻ അടിച്ച് നടത്തുക. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഈ പരിപാടി ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പതുക്കെ അവൻ്റെ റൊട്ടീനിലോട്ട് അവൻ എന്താ രാത്രി കഴിക്കുന്നത് ഞാൻ പറഞ്ഞു അതിന് തന്നെ ഞാൻ കഴിക്കാം. അങ്ങനെ ഒരു 2 weeks ഭയങ്കര പാടായിരുന്നു. പിന്നെ ഗോട്ട് യൂസ് ടു ഇറ്റ്. ഈ ലേറ്റ് നൈറ്റ് ഫുഡ് എങ്ങനെ കുറച്ച് കാര്യം ഞാനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് വരും. രാവിലെയൊക്കെ രാത്രി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്. അതാ സ്ലീപ്പ് നേരത്തെ രാവിലെയൊക്കെ വിത്തൗട്ട് ചായ ഒക്കെ ആയിരിക്കും. പക്ഷേ രാത്രി ആവുമ്പോഴത്തേക്കും ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇട്ടിട്ട് കുഴി മന്തി. ബ്രോ ഞാൻ എന്ത് ചെയ്യുന്നോ, ഞാൻ പുറത്തു പോകും. ബട്ടർ ബൺ നാളെ തുടങ്ങാം, ഇന്നും കൂടി കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇവരെന്തെങ്കിലും കഴിക്കും, നേരത്തെ പറഞ്ഞ പോലെ. നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട്സ് ഇപ്പൊ ആരെങ്കിലും കഴിക്കൂലേ, അപ്പോഴത്തേക്കും പിടിച്ചിരിക്കാൻ പറ്റൂല. 1-2 ദിവസമൊക്കെ പറ്റും, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല. എവനും അങ്ങനെയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അവൻ ഷുഗർ ഒക്കെ കട്ടായിരുന്നു. ഷുഗർ കട്ട് കഴിഞ്ഞിട്ട് ബട്ടർ ബൺ കഴിക്കും, പിന്നെ ചിക്കൻ ഫ്രൈ കഴിഞ്ഞിട്ട് വിത്തൗട്ട് ചായയും ജിലേബിയും. വിത്തൗട്ട് ചായക്കാണ് ഞാനും വിത്തൗട്ട് ചായക്കാണ് കൂടുതൽ. അല്ല ഇതെങ്ങനെ ഈ രാത്രിയുള്ള ക്രേവിങ്സ് എങ്ങനെ നിർത്തി? ഞാൻ നിർത്തിയത് വർക്കൗട്ടിന് ശേഷമാണ് കംപ്ലീറ്റ്ലി നിർത്തിയത്. രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഞാൻ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നു. ബിക്കോസ് ഞാൻ ഭയങ്കര ഒബീസായി, 120 kilos ആയി. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അസ്വസ്ഥതയാവാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് ഫീലിംഗ് വെരി അൺകംഫർട്ടബിൾ, ഭയങ്കര ബോഡി പെയിൻ, ഐ വാസ് വെരി ലേസി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. സോ ഐ വാണ്ടഡ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. ഐ വാണ്ടഡ് ടു എൻ്റെ മൈൻഡിൽ എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് 33 വരെ ഐ വിൽ ഹാവ് വാട്ട് എവർ ഫൺ ഐ വാണ്ട് ഇൻ മൈ ലൈഫ്. ആഫ്റ്റർ 33 ഞാൻ സ്വിച്ച് ചെയ്യും എന്നുള്ളത് പ്രോബ്ലി ഈ പറയത്തില്ല മാനിഫെസ്റ്റേഷൻ ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നടക്കും. അത് തന്നെയാണ് എനിക്ക് നടന്നത്. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് അറ്റ് 33. അതുവരെ നമ്മള് അപ്പം കുറച്ച് സീരിയസ്ലി ഐ ആം ടെല്ലിങ് യു ബോയ്സ്, വാട്ട്സ് യുവർ ഏജ്? 33 ആവാൻ പോകുന്നു. അപ്പം ഇനി തുടങ്ങിയാൽ മതി. കുറച്ച് മാസവും കൂടി നമ്മൾ അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്ക്. 33 അല്ല ഞാൻ തുടങ്ങി, ഞാൻ ജസ്റ്റ് ചെറുതായിട്ട്. അല്ല നമ്മളിനി ചെയ്യണം. ഞാൻ ഇന്നലെ ആലോചിച്ചതാണ്. ബ്രോ പറഞ്ഞില്ലേ ഇപ്പം മുന്നേ ആയിരുന്നെങ്കിൽ ഒരു ഫേസ് ഉണ്ടായിരുന്നു, എല്ലാം പ്ലാൻ ചെയ്യുള്ളൂ, ഒന്നും എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷെ ഇതിന് ശേഷം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചു നമ്മളും ഇനി ഇത് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഇതേപോലെ കുറേ പ്ലാൻ ചെയ്യും. നമ്മൾ കുറേ പ്ലാൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ബ്രോ ഈ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുമായിരുന്നോ? ഇപ്പൊ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. നമുക്കത് എനിക്കറിയാം, ചെയ്തിട്ട് മൊത്തം ഫുൾ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു ബ്രോ. ഞാൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. 8th സ്റ്റാൻഡേർഡ് തൊട്ട് കോളേജ് ജോയിൻ ചെയ്യുന്നവരെ. കോളേജ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സർജറി ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കളിക്കുന്നത് നിർത്തി. കോളേജ് ജോയിൻ ചെയ്തതും സ്പോർട്സ് കോട്ടയല്ല. അത് ഭയങ്കര രസമാണ്.
കോയമ്പത്തൂരിൽ 2 കോളേജുണ്ട് ആർട്സിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളവർക്ക്. ഒരെണ്ണം PSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഞാൻ പഠിച്ചത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ GRD ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ ഇറ്റ് വാസ് നോട്ട് വെരി കളർഫുൾ. അപ്പോൾ എനിക്ക് കോളേജ് പോകുമ്പോൾ ഐ വാണ്ടഡ് ടു ബി ലൈക്ക് ഓക്കെ GRD. അപ്പോൾ എൻ്റെ കോച്ച് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞയച്ചു നീ PSG തന്നെ പോകണം, ബിക്കോസ് PSG നല്ല ബാസ്കറ്റ്ബോൾ ടീമുള്ളത്. പക്ഷെ നമ്മളുടെ ടീം അതല്ലല്ലോ. അതിലേക്ക് ഓക്കെ ഞാൻ എൻ്റെ കോച്ചിൻ്റെ അടുത്ത് എല്ലാം ശരി എന്ന് പറഞ്ഞിട്ട് നേരെ പോയി GRD അഡ്മിഷൻ എടുത്തു. അവിടെ ആണെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് തരത്തില്ല. ദേശഡ് എന്തൊക്കെയോ സ്പോർട്സ് കോട്ടയിൽ തരത്തില്ലെന്ന് പറഞ്ഞ് ദേശഡ് ഐ ഹാവ് ടു പേ സം 40,000 50,000 ഡൊണേഷൻ എന്തൊക്കെയോ കൊടുക്കണം. ഞാൻ എല്ലാത്തിനും ഓക്കെ, എനിക്ക് എങ്ങനെയാലും GRD ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഓക്കെ പറഞ്ഞ് സീറ്റ് ഓക്കെ ആക്കി അടുത്ത ദിവസം രാവിലെ പൈസ അടയ്ക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എങ്ങനെയോ എൻ്റെ കോച്ചിനെ കണ്ടു ബ്രോ തലേന്ന്. പുള്ളിക്കാരൻ അറിഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണ്, ഞാൻ പറഞ്ഞു GRD. പുള്ളി അപ്പോൾ തന്നെ എന്നെ 4 തെറിയും വിളിച്ച് PSG PDനെ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഞാൻ ഒരു പയ്യനെ വിടുന്നുണ്ട്, നിങ്ങളവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ എൻ്റെ GRD മോഹങ്ങൾ പോയി PSG ജോയിൻ ചെയ്തു സ്പോർട്സ് കോട്ടയിൽ. ആൻഡ് ലൈക്ക് പറഞ്ഞു തുടങ്ങിയ പോലെ സ്പോർട്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ബോഡി എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റി. പക്ഷേ ഐ വാസ് ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുമായിരുന്നു എൻ്റെ ബോഡീനെ. നൗ വെൻ ഐ സ്റ്റാർട്ടഡ് റെസ്പെക്ടിങ് ഇറ്റ് ഐ നോ ലൈക്ക് this is how you should treat, this is how everyone should treat their body. I still haven't reached, ഞാൻ എൻ്റെ മൈൻഡിലുള്ള ബോഡി ഒന്നും ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, ബട്ട് ഐ നോ ദാറ്റ് ഐ വിൽ റീച്ച് ഇറ്റ്. ഇതിൽ ചെറിയ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഐ എം വെരി ആക്റ്റീവ്, വെരി ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ട് പറയാനുള്ളത്. നേരത്തെ എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു. ആൻഡ് ഐ യൂസ് ടു തിങ്ക് എ ലോട്ട്, ഐ യൂസ് ടു പ്ലാൻ എ ലോട്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ലായിരുന്നു. മറ്റേ പ്രോകാസ്റ്റിനേഷൻ, ആൻഡ് ഐ യൂസ് ടു ഗെറ്റ് ദറ്റ് ലോട്ട് ഓഫ് ലൈക്ക് ബോഡി അബ്യൂസ് ചെയ്തുകൊണ്ട് ഈ പല ഇൻടോക്സിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് പല പ്ലഷേഴ്സ് തരും. ലൈക്ക് ഇല്ലാത്ത പ്ലഷേഴ്സൊക്കെ നമുക്ക് ഇല്ലാത്ത ഡോപ്പമൈൻ എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പി ആവും. യു വിൽ ഫീൽ ലൈക്ക് എവറിത്തിങ് ഇസ് ഗുഡ്, ദെൻ വൈ ദ ഫക്ക് ഡു യു വാണ്ട് ടു വറി അബൌട്ട് ലൈഫ്. പിന്നെ വർക്കൗട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി യുനോ ദിസ് ഇസ് വാട്ട് ലൈഫ് ഇസ്. And the first 6 months, bro, man, first day ജിമ്മിന് പോയ ആദ്യത്തെ ദിവസം 15 minutes ഞാൻ സ്ട്രെച്ചിങ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ട്രെയിനർ പറഞ്ഞ് ഓക്കെ ചേട്ടാ ഇത് മതി. ഞാൻ പറഞ്ഞു മാൻ വാട്ട്, ഐ ഹാവ് കം ഹിയർ ടു ഡു സംതിങ്, ലെറ്റ് മീ ഡു. ഇല്ല ഇന്ന് മതി, ഇത് മതി, സ്ട്രെച്ചിങ് മാത്രം മതി. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. വീട്ടിൽ പോയി വീട് എത്താറായപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഭയങ്കര ഡിസി ആയിട്ട്, എനിക്ക് തലയൊക്കെ കറങ്ങുന്നു. ലൈക്ക് ഓക്കെ ഒന്നുമില്ല യു ആർ ഫൈൻ. എങ്ങനെയോ വീടെത്തി അവിടെ പോയി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച് സോറി മൂഞ്ചി യുനോ ഹോസ്പിറ്റലിൽ പോകേണ്ട, ബിക്കോസ് പാൽപിറ്റേഷൻ വരുന്നു. ഐ തോട്ട് ഓക്കെ തീർന്ന് കഥ കഴിഞ്ഞു. ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞടാ എന്തോ സംഭവിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ബോധം ഇടാൻ പോകാന്ന് പറഞ്ഞു. അവൻ ഓടിപ്പോയി ടാങ്കിൽ ഇച്ചിരി മധുരമൊക്കെ ഇട്ട് കളക്കി കൊണ്ടുവന്ന് കൊടുത്തു. അത് കുടിച്ചത് മാത്രമേ ഞാൻ ഓർമ്മയുള്ളൂ. ദെൻ ഐ വോക്ക് അപ്പ് ആഫ്റ്റർ 20 minutes ലൈക്ക് ഫ്ലാറ്റ് ഔട്ടായി, ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി എന്ത് കണ്ടീഷനിലാണ് ഉള്ളതെന്നുള്ളത്, അബ്യൂസ് ചെയ്തതിൻ്റെ. പിന്നെ അടുത്ത ദിവസം അതുണ്ടായിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. പിന്നെ വന്നതൊക്കെ വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കുള്ള നമുക്ക് ഭയങ്കര മടിയാണ്. ബിക്കോസ് വെയിറ്റ് ചെയ്യുമ്പോഴേ more than your body, you need to train your mind that you can do this. ആ തോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഈ വെയിറ്റ്സ് പോകത്തില്ല. എത്ര ചെയ്താലും 5 കിലോ 2.5 കിലോ പോലും നമുക്ക് പോക്കാൻ പറ്റത്തില്ല. യുനോ ഇറ്റ്സ് വെരി ഈസി 2.5 കിലോ. പക്ഷെ നമ്മുടെ മൈൻഡ് അത് പറഞ്ഞാൽ മാത്രമേ നമുക്കത്, പിന്നെ ഈ കോർഡിനേഷൻ വരാൻ തുടങ്ങും ബോഡി മൈൻഡ്. അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് യു സീ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഭയങ്കര മടിയനായിരുന്നു. ഇപ്പം എനിക്ക് മടി എന്ന് പറയുന്ന സാധനം, I still like being lazy, but I don't do it. ഞാൻ ആലോചിക്കും ചുമ്മാ വെറുതെ ഇരിക്കാം, വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് യു സ്റ്റാർട്ട് ബീങ് വെരി ആക്റ്റീവ്. ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ 2 പടം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോഴും ഷൂട്ട് നടക്കുന്നുണ്ട്, ഡിസ്കോ എന്ന് പറഞ്ഞിട്ട് ചെമ്പൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉല്ലാസ് ചെമ്പൻ ചേട്ടൻ്റെ ബ്രദർ ഡയറക്റ്റ് ചെയ്യുന്ന പടം. പിന്നെ HT5 എന്ന് പറഞ്ഞ വേറൊരു പടം, അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ മാസം എനിക്ക് അടുപ്പിച്ചായിരുന്നു ഷൂട്ട്. ലൈക്ക് ഇവിടെ 4 ദിവസം, അവിടെ ഡിസ്കോയിൽ 2 ദിവസം. അത് ഡിസ്കോ നാഗർകോയിലും ഇത് വിതുരയില. അപ്പോൾ മാറി ഷൂട്ട് നടക്കും.
ഇതിനിടയ്ക്ക് എനിക്ക് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ബ്രേക്ക് കിട്ടും. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഡൂയിങ് മൈ കുക്കിംഗ് ബിക്കോസ് അത് എനിക്ക് എന്നെ ഇറ്റ്സ് മേക്കിംഗ് മീ റീച്ച് ടു പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരു ദിവസം കിട്ടുമ്പോഴും ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് എനിക്ക് മടിയാ, പക്ഷെ എന്നാലും ഞാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ബൈ ഗ്രോസറീസ്. ആൻഡ് ഞാൻ പുറത്ത് പോയി തന്നെ ഗ്രോസറീസ് വാങ്ങും. എനിക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള കടകളിലെ ആൾക്കാരെ പോയി ലൈക്ക് അവരുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. എനിക്കിഷ്ടം. സോ ഞാൻ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. ആൻഡ് ദെൻ അന്നത്തെ ദിവസം തന്നെ കുക്ക് ചെയ്യും, റീലൊക്കെ സെറ്റ് ചെയ്ത് ലെറ്റ്സ് സേ ഇഫ് ഐ ഹാവ് ഫ്രീ ഡേ ഓൺ വെഡ്നെസ്ഡേ, ആ സൺഡേയിലേക്കുള്ളത് ഞാൻ വെഡ്നെസ്ഡേ തന്നെ കുക്ക് ചെയ്ത് ഐ വിൽ ഫിനിഷ് ഓൾ മൈ എഡിറ്റിംഗ് ആൻഡ് ഞാൻ തന്നെ ചെയ്യും. ആൻഡ് യാ, സോ ഇതിനെല്ലാത്തിനും ബേസ് ഫിറ്റ്നസ്സാണ്. മൈൻഡ് സെറ്റ് മാറാൻ കാരണവും മടി മാറാനും എല്ലാത്തിനും. വെയിറ്റ് ട്രെയിനിങ് ആണ് കൂടുതൽ. വെയിറ്റും കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ് ആണ് എനിക്ക് ഈ ഫോക്കസും മൈൻഡ് സെറ്റൊക്കെ വരാൻ കാരണം. പക്ഷെ കാർഡിയോയും ചെയ്യണം, കാർഡിയോ വേണം. നമുക്ക് സ്റ്റാമിന ഒക്കെ വേണമെങ്കിൽ യു നീഡ് ടു ഡു. ഇത് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ആൻഡ് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഐ എം സ്റ്റാർട്ടിങ് ബോക്സിങ്. ആഗ്രഹം ഇടിയിട്ടോ എൻ്റെ ഇടി കിട്ടിയാൽ നമ്മൾ ഒരെണ്ണം കൊടുക്കുമല്ലോ. തന്നെ വീണു ആ ഒരു വിഷമം കൊണ്ട് അത് കുറച്ച് പാടല്ലേ. കിക്ക് ബോക്സിങ് എൻ്റെ ഫ്രണ്ട് ഇപ്പൊ പഠിക്കാൻ പോയി, അപ്പം കാലിലൊക്കെ പണിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചുറി പ്രോണാ ബ്രോ. അതാ ഞാൻ എൻ്റെ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞ അതാ, എനിക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ആ ബോക്സിങ് സ്റ്റാൻസ് ഒക്കെ ഇഷ്ടമാണ്, മൊബിലിറ്റി കിട്ടും. മൊബിലിറ്റി. പിന്നെ എനിക്ക് ആ ബോക്സിങ്ങിൽ ഫുട് വർക്ക് ഭയങ്കര കിട്ടല്ലോ. അപ്പോൾ എനിക്ക് അതൊക്കെ എനിക്ക് ചെയ്യണം. ഐ വോണ്ട് ടു ഡു ദാറ്റ്. അപ്പം ഞാൻ ഇത് ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എൻ്റെ അടുത്ത് ഒരു നീ കളറി നോക്ക്. ഞാൻ പറയും എനിക്ക് കളറി ചെയ്തെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് നിന്നെ കളറി ചെയ്യണം എന്ന് തന്നെ പറയത്തില്ലേ. സോ എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല ആക്ച്വലി. വേറെ സാധനം സജസ്റ്റ് ചെയ്യുമല്ലോ. യാ ലൈക്ക് ആൻഡ് ഇഫ് യു ആസ്ക് ഹിം ഡു യു നോ എനിത്തിങ് അബൌട്ട് കളറി, അവനൊന്നും അറിയത്ത് പോലുമില്ല. വെറുതെ കേട്ടോണ്ട് നീ കളറി ട്രൈ ചെയ്യുക, അത് അടിപൊളിയാണ്. അല്ല, ഈ സിനിമയുടെ ഷെഡ്യൂളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ ഇതിനിടയ്ക്ക് വർക്കൗട്ട് ചെയ്യും? ഞാൻ പോകുന്ന സ്ഥലത്ത് പറ്റുന്ന പോലെ വർക്കൗട്ട് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഞാൻ റൂമിൽ ഗ്രൗണ്ട് എക്സസൈസസ് ചെയ്തിട്ട് പുറത്തു പോകും. ഈ രണ്ട് ഡിസ്കോഡ് അവിടെ എനിക്ക് പറ്റുന്നേ ഇല്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ വെളുപ്പിനെ നാഗർകോയില്ല. അപ്പോൾ ഞാൻ വെളുപ്പിനായിരിക്കും ഇവിടെ നിന്ന് പോവും. അന്നത്തെ മോസ്റ്റ്ലി എനിക്ക് ഒരു ദിവസം 2 ദിവസം അങ്ങനെയാണ് ബ്രേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പോവും വരും അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ സ്കെഡ്യൂൾ എനിക്ക് അങ്ങനെയായിരുന്നു. മാക്സിമം ഞാൻ അവിടെ നിന്നിട്ടുള്ളത് 3 ദിവസമൊക്കെയാണ്. ഞാൻ ഷോട്ട് ഫോർ ലൈക്ക് 15 days. പക്ഷെ അതെല്ലാം ഇങ്ങനെയായിരുന്നു. അത് 140 days ഷൂട്ടുള്ള പടമാണ്, ലോങ് സ്കെഡ്യൂൾ. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ക്യാരക്ടർ വരുന്നത് 1 ദിവസം 2 ദിവസം അങ്ങനെ ബ്രേക്ക് ചെയ്താൽ. അപ്പോൾ എനിക്ക് അവിടെ അതിന് ചെയ്യാനുള്ള ഒരു ഇതേ കിട്ടിയില്ല. ഇവിടെ ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ റൂമിൽ തന്നെ ഗ്രൗണ്ട് എക്സസൈസസും വിതുരയിലുണ്ടായിരുന്നു. പിന്നെ കോന്നി ഫോറസ്റ്റിനകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. ബ്രോഡ് ഈ സിനിമ പറഞ്ഞതേ ബ്രോഡ് ലുക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഈ പോലീസാണ് കൂടുതലും പോലീസ്. അപ്പോഴത് ഡിസ്കോലും പോലീസാണ്. അതെ, പോലീസായി. ഇപ്പൊ എനിക്ക് ഐ ക്യാൻ ബിക്കം എ പോലീസ്. മറ്റേ നിവിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മഹാവീര്യ. ഓ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിലേക്ക് തന്നെ എബ്രഡ് ഷൈൻ സാർ പടത്തിൽ ആക്ട് ചെയ്യാൻ വിളിച്ചു. ലൈക്ക് ഐ വാസ് നോട്ട് വെരി കോൺഫിഡൻറ്റ് ബിക്കോസ് എബ്രഡ് ഷൈൻ സാറിൻ്റെ പടത്തിൽ ഡയലോഗ്സും മഹാവീര്യൻ ഞാൻ കേട്ടായിരുന്നു, എന്തോ ഒരു വെറൈറ്റി സാധനമെന്ന് കേട്ടു. ഞാൻ അവിടെ പോയപ്പോൾ ഷൈൻ സാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, അപ്പിയറൻസ് ഒക്കെ ഓക്കെ, ഡയലോഗ്സ് തരാം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഡയലോഗ് തന്നപ്പോഴത്തേക്കൊരു 4-5 പേജ് സംതിങ് ലൈക്ക് കട്ടി മലയാളം. ലൈക്ക് ഈ പോലീസുകാർ പറയുന്ന മലയാളം ഉണ്ട്. ലൈക്ക് ഇഫ് ദേ ബ്രിങ് എ കൺവിക്ട് ടു ദ കോർട്ട് പറയേണ്ട കാര്യം കുറേ ടേംസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇത് വലിയ കോൺഫിഡൻസ് ഇല്ല. പുള്ളി പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്ത് എടുത്തോണ്ട് പോയിക്കോ, സീൻ എടുത്തോണ്ട് പോയി ഇന്നൊരു ദിവസം പഠിച്ചിട്ട് നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട് എടുത്ത് കൊടുത്തു. അവൾ എനിക്ക് മലയാളമൊക്കെ ഇങ്ങനെ വായിച്ചു തന്നു. ആൻഡ് ഐ എം ലൈക്ക് നോ വേ, ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ എനിക്ക് അതൊരു സീനായിട്ട് എത്രയും കൺവിക്ഷനോടെ ചെയ്യാം, ബിക്കോസ് ഐ എം നോട്ട് കൺവിൻസ്ഡ് യെറ്റ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം രാവിലെ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഐ വുഡ് റിയലി ലൈക്ക് ടു വർക്ക് വിത്ത് യു ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ദിസ് മലയാളം. പുള്ളി പറഞ്ഞു വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അത് പറ്റും, പക്ഷേ എനിക്ക് മലയാളം നാണം കെടാൻ വയ്യ. ഇല്ലല്ലേ നീ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഷൂട്ടിന് പോവും.
ഒരു 2 ആഴ്ച ഡെയിലി ഷൂട്ടിന് പോകും. രാവിലെ തൊട്ട് ടെൻഷനിലിരിക്കുക, ഈ മലയാളം പറയണമല്ലോ, ഇങ്ങനെയാണ് ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുമല്ലോ, എന്താ സീൻ എന്താന്ന് പറയുക, രാവിലെ തൊട്ട് ടെൻഷനിലിരിക്കും. ഷൂട്ട് അന്നത്തെ ദിവസം എനിക്ക് സീൻ കാണത്തില്ല. പിന്നെ 2 ആഴ്ച ഫുൾ ടെൻഷൻ അടിച്ച് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ 2 ആഴ്ച ആയപ്പോഴത്തേക്ക് പിന്നെ ഷൂട്ടിന് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് സീൻ കാണത്തില്ല, വെറുതെ പേരിക്കാൻ പോകുന്ന ആ മൂഡിലാണ് പോകുന്നത്. അങ്ങനെ പോയി ഒരു ദിവസം രാത്രി ഓൾമോസ്റ്റ് പാക്കപ്പ് ആകാൻ പോകുമ്പോഴത്തേക്ക് എന്നെ വന്ന് വിളിച്ചു, സീനാന്ന് പറഞ്ഞ്. മൊത്തം റിലേ പോയി. അവിടെ പോയ ഉടനെ ഷൈൻ സാർ പറഞ്ഞ് ഈ ഡയലോഗ് 2 പേജുള്ള ഒരു സാധനം പറയണം. ഞാൻ ശരി ഓക്കെ സാർ പറയാം. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ വിളി, പപ്പ എന്ന് പറഞ്ഞൊരു വിളി. പുള്ളി എന്നെ പപ്പ എന്ന് വിളിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇപ്പം തീർ. പുള്ളി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇത് മതി എനിക്കിത് മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ കിളി പോയത് പുള്ളി ശരിക്കും പറയണതാണോ ഇല്ല. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ലൈക്ക് അതിലിരുന്ന് എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കിട്ടി. ലൈക്ക് അത് കഴിഞ്ഞ് എനിക്ക് പക്ഷേ ആക്ച്വലി സത്യം പറഞ്ഞാൽ അതിന് ശേഷം എനിക്ക് ഡയലോഗ്സ് ഓൺ ദ സ്പോട്ട് കിട്ടിയാലും അതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര ലൈക്ക് വെരി സ്പെസിഫിക് ആണ് ഞാൻ. എനിക്ക് ടെൻഷൻ എപ്പോഴും കാണുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ഈ പരിപാടി. എപ്പോഴും ലൈക്ക് ഐ കീപ് എന്നെ പടം ഇന്ന് വന്ന് എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് ഞാൻ എനിക്ക് ഡയലോഗ്സ് വരുമോ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ 2 പടത്തിലും ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല. ലൈക്ക് ഐ ക്യാൻ ഗോ ഡു ഇറ്റ് ബിക്കോസ് അത് അമ്മാരി കട്ടിക്കുള്ള മലയാളമായിരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. ഓൺ ദ സ്പോട്ട് ചെയ്യാൻ. ബ്രോയുടെ കോളേജ് ടൈമിൽ ഇങ്ങനെ ആക്ടിങ് എങ്ങനെ ഇല്ലല്ലോ ബ്രോ, ഒന്നുമില്ല. ഫസ്റ്റ് ആദ്യമേ ആക്ട് ചെയ്യാൻ പോയത് നമ്മുടെ ഫയർമാൻ. അത് ഇച്ചിരി ടെൻഷൻ അല്ലേ? അത് സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ പോയി. അത് ടെൻഷനെക്കാട്ടിലും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ടെൻഷൻ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഈ ടെൻഷൻ തുടങ്ങിയത്. ഓൺലി ആഫ്റ്റർ ഐ റിയലൈസ് വാട്ട് ആക്ടിങ് ഇസ്, വാട്ട് യു ഷുഡ് ഡൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ഫ്രഷറായിട്ട് പോയപ്പോഴേക്കും ഐ വാസ് വെരി ക്യൂരിയസ് ടു നോ വാട്ട് ഇറ്റ് ഈസ്, ലേൺ വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോഴും ഐ എം സ്റ്റിൽ ലേണിങ്. ആ ക്യൂരിയസ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നൗ യു നോ ആസ് എൻ ആക്ടർ വാട്ട് do they expect from you, and especially when it's like, you know, they look at me as Ratish's son. അതൊരു ഭയങ്കര ബാഗേജാണ്. ബിക്കോസ് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഐ എം നോട്ട് ഹിയർ ടു ഡു വാട്ട് മൈ ഡാഡ് ഡിഡ്. ഐ കാൺ ഡു ദാറ്റ്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ പക്ഷേ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും. ദാറ്റ് ഈസ് അവർ ചെയ്യാം, ബട്ട് ഐ കാൺ ഡു ഇറ്റ്. നോ, സോ ഐ കാൺ ബ്ലെയിം ദം. ബട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. വി ആർ ഓൾ ഹിയർ ടു ഡു അവർ ഓൺ തിങ്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. ലൈക്ക് പീപ്പിൾ എക്സ്പെക്ട് എ ലോട്ട്. അതുകൊണ്ട് ഞാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പറയും, നിങ്ങൾ എന്നെ അങ്ങനെ കാണരുത്. ലൈക്ക് ഐ എം വെരി എൻ്റെ ഈ ലൈഫ് ടൈമിൽ ഞാൻ ഏറ്റവും പ്രൗഡായിട്ടും ഏറ്റവും ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം ഇസ് ടു ബി ബോൺ ആസ് മൈ പേരൻസ് സൺ, രതീഷ് ആൻഡ് ഡൈനാസ് സൺ. അതിലൊരു ഇതുമില്ല. സോ വെൻ യു ഗൈസ് say that I'm his son or her son, I'm very happy about it. But don't expect me to be like them. I can't be that. എനിക്ക് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഐ ട്രൈ. അവരുടെ അടുത്തിരുന്ന് ഞാൻ അവരെന്നെ എങ്ങനെ വളർത്തിയോ അതുപോലെ ഞാൻ ഐ ട്രൈ ടു ബി ട്രൂ ടു ദാറ്റ്. അതല്ലാതെ എനിക്ക് അവരെ പോലെ ഇരിക്കാൻ പറ്റത്തില്ല. കോളേജിലും സ്കൂളിലൊക്കെ സ്റ്റാർ കിട്ടിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. തമിഴ്നാട്ടിലല്ലായിരുന്നു. അതുകൊണ്ട് ലൈക്ക് ആൻഡ് ഞാൻ പഠിച്ച സ്കൂളിലായാലും കോളേജ് പോയപ്പോഴത്തേക്ക് PhDയിൽ കുറേ മലയാളീസ് ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പറയും. അപ്പം അതല്ലാതെ സ്കൂളിലൊക്കെ എന്ന് വെച്ചാൽ വളരെ കുറച്ച് മലയാളീസേ ഉള്ളൂ. ആൻഡ് അവർക്കൊന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സ് ആർക്കും ലൈക്ക് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. കോളേജ് പോയപ്പോഴത്തേക്ക് ലൈക്ക് ഈ കുറേ NRI മലയാളീസ് വരും. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ ഐ ഡോണ്ട് അങ്ങനെ പറഞ്ഞ് നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല. And actually that really helped us a lot, and it still helps us to stay grounded, which I feel is very important. And അച്ഛനായാലും അങ്ങനെയായിരുന്നു. പുള്ളി even though he was a big star and all that, പുള്ളി ആ ഒരു സ്റ്റാർഡം കാണിച്ച് ലൈഫ് ജീവിച്ച ആളൊന്നുമല്ല. ഹി വാസ് വെരി നോർമൽ. അത്രേ ഉള്ളൂ. ലൈക്ക് ഐ ഡോണ്ട് നോ വൈ. അല്ല, ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആക്ടിങ് തന്നെയാണോ നോക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ലോ, ആക്ടിങ് ആസ് ഓഫ് നൗ. ഞാനങ്ങനെ കുറേ കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് ചെയ്യാറില്ല. ആക്ടിങ് ആൻഡ് അതിൻ്റെ കൂടെ എനിക്ക് അതല്ലാതെ വേറെ അങ്ങനത്തെ പരിപാടിയുണ്ട്. ആക്ടിങ് ഇസ് മൈ പ്രൊഫഷൻ. I have a lot of other passion that I want to
കംപ്ലീറ്റ് മൈ ലൈഫ്. അങ്ങനത്തെ പരിപാടിയുണ്ട്. ലൈക്ക് ഐ വോണ്ട് ടു ഡു DJing. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് ഇസ് എ വെരി ബിഗ് പാർട്ട് ഓഫ് മീ. ആൻഡ് എനിവേർ ഐ ഗോ, ലൈക്ക് ഇപ്പോൾ ലൈക്ക് ഞാൻ കുക്കിങ്ങിൽ എന്ത് കോൺഫിഡൻ്റ് ആണോ അതുപോലെയാണ് ഇഫ് ഐ ക്യാൻ ലൈക്ക് പ്ലേ മ്യൂസിക് ആൻഡ് മേക്ക് പീപ്പിൾ ഡാൻസ്. സോ ലൈക്ക് ഐ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അത് സോ ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു DJing എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ട്രെയിൻ ചെയ്യാൻ പോകണം. ലൈക്ക് ഞാൻ ചെയ്തിട്ടില്ല, പോകണം. ഫോളോ ചെയ്യുന്നുണ്ട്. ഐ ഫോളോ. ഞാൻ എൻ്റെ മ്യൂസിക് ലൈബ്രറിയിലിരുന്ന് ഞാൻ എൻ്റെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതുവരെ അതൊരു ടെക്നിക്കലി ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടില്ല. ലൈക്ക് ഐ ജസ്റ്റ് ഹാവ് ഐഡിയാസ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഡു. ബ്രോ കൺസേർട്ടിനൊക്കെ പോകാറുണ്ടോ? മറ്റേ DJ ലൈക്ക് ഐ യൂസ് ടു ഗോ ഫോർ ലോട്ട് ഓഫ് പാർട്ടീസ്. ഇപ്പോൾ ഞാൻ അതുമില്ല. ലൈക്ക് നൗ മൈ പ്രയോറിറ്റീസ് ഫിറ്റ്നസ്, സ്ലീപ്പ്, റെസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. പാർട്ടിങ് ഇപ്പോൾ കുറവാണ്. പണ്ട് ഞാൻ കുറേ പോവായിരുന്നു. എന്നാലും ഇപ്പം മലയാളത്തിലും ഈ ഒരു മ്യൂസിക് സീനൊക്കെ കുറച്ച് മാറിയിട്ടില്ലേ? ഇപ്പം പഴയ പോലെ ഇപ്പം ഈ DJingനൊക്കെ കുറച്ചുകൂടെ ഒരു ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ലൈക്ക് റീസെൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന മലയാളം ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്, ഇന്ത്യ ആർട്ടിസ്റ്റ്. There's this artist called Elder Daughter. Okay. And ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാ. സോ യു ഷുഡ് ലിസൺ ടു ഹർ മ്യൂസിക്. നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റും. ഹർ നെയിം ഇസ് Elder Daughter. Okay. Man, the voice. And then I spoke to her. I'm friends with her now. The way she sings, you know, my God. ഒരു ദിവസം and then she sang Malayalam song. I said, stop it. ഞാൻ കരയും because soul touching, man. And the kind of music that they come with, അവരുടെ പ്രൊഡക്ഷനും എല്ലാം അടിപൊളി. അതുപോലെ കുറേ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഈ എൽഡർ ഡോട്ടറിനെയാണ്. ദർ ആർ ലോട്ട് ഓഫ്. ആൻഡ് തമിഴിൽ കുറേ നല്ല എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി സംഡേ ഐ നീഡ് ടു ലേൺ. ഏത് ജോണറാ കൂടുതൽ ഇഷ്ടം? ലൈക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ഹിപ്പ് ഹോപ്പും റാപ്പും ഹൗസ് മ്യൂസിക്, ടെക്നോ, EDM എല്ലാം കേൾക്കും. പിന്നെ ഈ ക്ലാസിക്കൽ പിന്നെ സൂഫി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഐ നീഡ് സം ബാങ് എനർജി വേണം. പിന്നെ ഈ പഴയ തമിഴ് സോങ്സ്, ഇളയരാജ സോങ്സ്, AR റഹ്മാൻ സോങ്സ്, മലയാളം സോങ്സ്, അച്ഛൻ്റെ കുറേ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് മ്യൂസിക്, എനി കൈൻഡ് ഓഫ് മ്യൂസിക്. പക്ഷെ ക്ലാസിക്കൽ അങ്ങനത്തെ മറ്റേ സ്ലോ സാധനങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതിനോട് കുറച്ചൊരു ഡിഫറൻ്റ് ആണ്. നമ്മൾ സാധാരണ ഫിലിം ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഫിലിമിനെ കുറിച്ചായിരിക്കും അവർ കൂടുതലും സംസാരിക്കുന്നതും അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇത് ചെയ്യണം. ആക്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യണം. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻറ്റ്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ വളർന്നു വന്നതും എല്ലാം അങ്ങനെയാണ്. ലൈക്ക് ആക്ടിങ് എന്നുള്ളത് എനിക്ക് എപ്പോഴും ഐ ലൈക്ക് ടു സീ ഇറ്റ് ആസ് എ പ്രൊഫഷൻ. ലൈക്ക് ഫോർ മീ ഇറ്റ് ഇസ് എ പ്രൊഫഷൻ because there are a lot of things that I can't relate with in this field. So I like to just see it as my profession. I am very different from that. I shouldn't be saying this in public. It will all backfire. പക്ഷെ എന്നാലും അതാ ഞാൻ പറഞ്ഞ, whatever I say, whatever I do, I take responsibility for it, and at the end of so that I will not feel guilty about it. അല്ല, പക്ഷെ ഒരു ആർട്ട് പെർസെപ്ഷനിൽ ആക്ടിങ്, ആർട്ട് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഞാനും ആലോചിക്കുന്നുണ്ട്. പറഞ്ഞു പോയല്ലോ. എന്നാലും നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ആക്ടിങ് കുറച്ച് ഇംപ്രവൈസ് ചെയ്യാനും കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ശ്രമിക്കാറുണ്ട്. ലൈക്ക് when I'm alone I try doing my own scenes and all that. പിന്നെ ചില സിനിമാസ് കാണുമ്പം അവരുടെ ആക്ടിങ് ഐ വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. അതുകൊണ്ടാണ് ഞാൻ കുറേ പടങ്ങൾ കാണുന്നത്. ലൈക്ക് പടങ്ങൾ കണ്ടിട്ട് ബട്ട് യു ക്യാൻ ഓൺലി റീസെൻ്റ് ആയിട്ട് മനസ്സിലായത് യു ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് റിയാക്ട് ടു ഇറ്റ് ഇൻ യുവർ ഓൺ വേ. നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് അതിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മോർ ദാൻ ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ, യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി ഹസ് റിയാക്റ്റഡ് ടു ദറ്റ് സീൻ ആൻഡ് ദെൻ ഹൗ ക്യാൻ ഐ റിയാക്ട് ടു ദിസ് സീൻ. അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. അല്ലാതെ നമുക്കൊരാൾ ഇതുപോലെ ആക്ടിങ് ചെയ്യണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ചില സ്റ്റേജ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇംപ്രൂവൈസ് ഷേക്സ്പിയറിന്റെ ആ സംഭവമൊക്കെ ഡയലോഗ് ഡെലിവറി അവരുടെ ആ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ.
അതൊക്കെ കാണുമ്പോൾ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഓ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ എന്ന് തോന്നും. പക്ഷെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഐ ക്യാൻ ട്രൈ. ഞാൻ കൂടുതലും ഐ ഡോണ്ട് ലൈക്ക് ഐ ബിലീവ് എ ലോട്ട് ഇൻ ഡെസ്റ്റിനി. എൻ്റെ അടുത്ത് എല്ലാവരും പറയും യു ഷുഡ് ഗോ മീറ്റ് പീപ്പിൾ, ഗോ ആസ്ക് ഫോർ ചാൻസ്. അപ്പോൾ എനിക്കത് ചോദിക്കാൻ മടിയുണ്ടായിട്ടല്ല. എനിക്ക് എൻ്റെ ലൈഫ് ഇതുവരെ ഉള്ള ഇതിൽ എക്സ്പീരിയൻസസ് യുനോ വാട്ട് എവർ ഇസ് മെൻറ്റ് ഫോർ യു, വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. സോ ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. അപ്പോൾ ഞാൻ അങ്ങനെ പീപ്പിൾ മൈറ്റ് സേ ഞാൻ ചോദിച്ചു പോകാറില്ല, ഞാൻ അഹങ്കാരത്തിൽ പറയുന്നതല്ല. ലൈക്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നുമല്ല. I've asked certain people and they've given me good roles also. I've done it and I don't feel like asking everyone. ബ്രോ കുട്ടിക്കാലത്ത് ചെയ്തെന്ന് പറഞ്ഞില്ലേ വർക്ക്ഷോപ്പ്? അതിനുശേഷം പിന്നെ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വർക്ക്ഷോപ്പ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് ഫസ്റ്റ് ഫിലിമിന് പോയപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഫിലിമിന് പോയപ്പോൾ എനിക്ക് അങ്ങനെ വലിയ, ഞാൻ പറഞ്ഞു ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താ പരിപാടി, എങ്ങനെയാ സംഭവം നടക്കുന്നതെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പോയി. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആക്ച്വലി മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തത്. ആൻഡ് ദീപു ചേട്ടൻ ഡയറക്ടർ, സത്യം പുള്ളിയാണ് എന്നെ കൂടുതൽ കംഫർട്ടബിൾ ആക്കിയത്. ലൈക്ക് ജസ്റ്റ് ഗോ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്താൽ മതി. അതിന് ഞാൻ റിയാക്ട് ചെയ്തു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പോൾ എവ്രി വൺ ക്ലാപ്ഡ് ആൻഡ് ഓൾ ദാറ്റ്. എനിക്കതൊന്നും ലൈക്ക് അൺബിലീവബിൾ ഫോർ മീ. ആ ക്യൂരിയസ്നെസ് ആണ് എന്നെ അത് ചെയ്യിപ്പിച്ചത്. നൗ ദാറ്റ് ഐ എം സെയിങ് നമ്മളിപ്പോൾ ഈ ആർട്ട് നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ദാറ്റ് ബിക്കംസ് ഒരു സ്ട്രെസ് ആവും. മറ്റതിൽ ആ സ്ട്രെസ് ഇല്ലായിരുന്നു. ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പോയി ചെയ്യുമായിരുന്നു. ബ്രോ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ അച്ഛനോട് അങ്ങനെ ലൊക്കേഷനിലൊന്നും അങ്ങനെ പോയിട്ട്? ഇല്ല, ഞാൻ ആ കൂടെ ഞങ്ങൾ കമ്മീഷണർ മൂവിയുടെ ലൊക്കേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. ബിക്കോസ് അച്ഛൻ 80 to 88 1980 to 88 ഹി വാസ് വെരി ആക്റ്റീവ്. ഞാൻ 90 പോകണം. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ മൂവിയിലിരുന്ന് ഒരു ബ്രേക്ക് എടുത്തിരുന്ന സമയം. പിന്നെ വീണ്ടും 94 തുടങ്ങുന്നത് കമ്മീഷണർ, കാശ്മീറും അങ്ങനെ. അപ്പോൾ കമ്മീഷണറുടെ ലൊക്കേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ അധികം കൂടുതലും അച്ഛൻ്റെ കൂടെ കറങ്ങാനാണ് പോയിട്ടുള്ളത്. യൂസ് ടു റോം എ ലോട്ട്. പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കാറിലിടും, ഡ്രൈവ് ചെയ്യും. അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ കുറേ അമ്പലങ്ങൾ പോകും സ്ഥിരം. മറ്റേ മധുരൈ മീനാക്ഷി അമ്മൻ, പഴനി, അവിടെയൊക്കെ ഫുൾ കറങ്ങി. ചെന്നൈ പോവും. അച്ഛൻ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര രസമാണ്. സ്കൂളിൽ പോകണ്ട, ഫുൾ ടൈം കറങ്ങി നടക്കാം. അല്ല, അങ്ങനെ ഒരു സമയം കിട്ടാറുണ്ട്? ബിസി ആയിരിക്കില്ലേ? അല്ല, ആ ടൈമിൽ ഞാൻ പറഞ്ഞില്ല 90 to 94 he was like not very active in movies. 94 വീണ്ടും തുടങ്ങുന്നത്. ആൻഡ് ഈ എൻ്റെ കൂടുതലും ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എല്ലാം പ്രോബ്ലി എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയത് തന്നെയാണ്. ലൈക്ക് ഹി വാസ് ഓൾസോ വെരി ചിൽ. ലൈക്ക് അങ്ങനെ ലൈക്ക് ഹി യൂസ് ടു സീ this as a profession, not take it into his head and അതിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയൊന്നും. I know I shouldn't be saying this. A lot of people, this is me. ഞാൻ എപ്പോഴും ഞാൻ എന്താണോ അത് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് താല്പര്യമുള്ള എനിക്ക് ഫുള്ളി കുക്ക് ചെയ്യായിരുന്നു അല്ലേ? അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അമ്മ ശരിക്കും അച്ഛനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്ര അടിപൊളി കുക്കായെന്ന് അമ്മ എപ്പോഴും പറയും. ബിക്കോസ് അച്ഛന് ഭയങ്കര ടേസ്റ്റ് ഇതാ. ലൈക്ക് അച്ഛൻ്റെ അമ്മയായാലും അമ്മയുടെ അമ്മയായാലും രണ്ട് അമ്മൂമ്മമാരും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. അച്ഛന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് ഫ്രണ്ട്സിന് കുക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എപ്പോഴും ഫ്രണ്ട്സ് ആണ് വീട്ടിൽ. സോ ഇതൊക്കെയാണ് ഞാൻ കണ്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണ്ട് തൊട്ടേ കുക്ക് ചെയ്യണം എന്നുള്ള, എല്ലാവരും കുക്ക് ചെയ്യും കേട്ടോ എൻ്റെ വീട്ടിൽ. എൻ്റെ അനിയനും കുക്ക് ചെയ്യും. അവനും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ചേച്ചിയും അനിയത്തിയും സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. എല്ലാവരും ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. നമ്മളും കുക്ക് ചെയ്യും. ഒരു ദിവസം നമുക്ക് കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡെഫിനറ്റ്ലി. തിരുവനന്തപുരം ആയതുകൊണ്ട് വലിയ പാടില്ല നമുക്ക് ചെയ്യാം ഒരു ദിവസം. അതുപോലെ ബ്രോ ചെയ്യും പോലെ പറ്റിയ ബ്രോ അത് എസ്തെറ്റിക്കലി ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാം. നമുക്കതുപോലെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ അത് പറ്റുന്നില്ല. അത് നല്ലതാ. അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 3-3.5 മണിക്കൂർ എടുക്കും. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എടുക്കും. നമ്മള് രാവിലെ തുടങ്ങണമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ എല്ലാരും കൂടെ നിന്ന് ഒറ്റയ്ക്ക് രണ്ടുപേരും മാത്രമായിട്ടായിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത്. എല്ലാരും കൂടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിക്കേഷനും കോൺവെർസേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം ഭയങ്കരമായിട്ട് എടുക്കും. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രിയാവും. രാത്രി ഒരു 9-10 മണിയൊക്കെ ആവും നമ്മൾ തീരാൻ. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും രാവിലെ ഉച്ചയായിരിക്കും. പക്ഷെ അത് ടേസ്റ്റ് ചെയ്യണത് രാത്രി ആയിരിക്കും. പിന്നെ വേറെ ഇരുട്ടാണ്.
പിന്നെ നമ്മള് റീൽ എടുത്തിട്ടുള്ളപ്പോഴും നമ്മളൊരു ഇങ്ങനെ ആക്ടിങ് റീൽ ഒരു ഒരു ഷോർട്ട് മുമ്പേടെ ഒരു സീൻ എടുത്തായിരുന്നു. അപ്പൊ അത് വൈകുന്നേരം ഒരു 3 മണിക്കോ 4 മണിക്കോ തുടങ്ങിയിട്ട് രാത്രി 8 മണിയായി. ഒരു റീൽ 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡ് പെർഫെക്ഷനിസ്റ്റ് ആണോ അതോ പറ്റുന്നില്ല. ഒരു അതായത് നമ്മളെ ക്യൂരിയോസിറ്റി ആയിരുന്നു. എത്ര ടേക്കില് ഒരു നമുക്ക് നടന്മാരോടെയും നടിമാരോടെയും റെസ്പെക്ട് ഇവിടെ ഇരുന്ന് കുറ്റമൊക്കെ പറയും. നമ്മൾ സിനിമയെ കണ്ടിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പോരാ. ചെയ്യുമ്പോ അത് ഡിഫറൻസ് അടിപൊളി സംഭവം. ഇറ്റ്സ് വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. ബ്രോ ഈ ടാറ്റു ബ്രോ ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഇനിഷ്യലാ ലാറ്റിനില്. ലാറ്റിനിൽ ഇതാണ് R, ഇതാണ് D. സോ രതീഷ് ഡയനാടെ R D. ഇത് എൻ്റെ സോഡിയാക് സൈന. ഡ്രങ്ക് ടാറ്റു അത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കോളേജ് കഴിഞ്ഞു. കോളേജിന് ശേഷം ഞാൻ ടോമിയിൽ വർക്ക് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തപ്പോൾ വി ഡിസൈഡഡ് വിൽ ഡ്രിങ്ക്. അങ്ങനെ കുടിച്ച് തുടങ്ങി പോകുന്ന വഴിക്ക് ഒരു ടാറ്റു ഷോപ്പ് കണ്ടു. അവിടെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും, വന്ന് ചെയ്യും. കോയമ്പത്തൂരിൽ പോയി കള്ളുടിയെ ഇരിക്കുമ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത്, ടാറ്റു എന്ത് ചെയ്യാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഞാനിത് ടോറസിൻ്റെ ഇത് എവിടെയോ ഏതോ വെബ്സൈറ്റിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുത്തു. വേറെ 2 പേര് 2 ടാറ്റു പ്ലാൻ ചെയ്ത് ടാറ്റു സ്റ്റുഡിയോ എത്തിയപ്പോഴത്തേക്ക് ഒരുത്തൻ ബോധം കെട്ട് ഫ്ലാറ്റായി. അവനെ കാറിൽ നിന്ന് ഇറക്കാൻ പറ്റുന്നില്ല. ഞാനും എൻ്റെ മറ്റേ ഫ്രണ്ടും കൂടെ ഇറങ്ങിപ്പോയി ഈ ടാറ്റു ചെയ്തു. പുള്ളിയും ചെയ്തു? കൂടെ ഉള്ളവനും ചെയ്തു. അവൻ പിന്നെ അത് റിമൂവ് ചെയ്തു. അല്ലല്ല, അവൻ ഇവിടെയാ ചെയ്തത്. ഇത് കഴുത്ത് നല്ല പെയിൻഫുൾ ഏരിയ. ഇത് പെയിൻഫുള്ളാ പക്ഷെ ഞാൻ ചെയ്തു. ലൈക്ക് ഐ വാസ് ഡ്രങ്ക് ആൻഡ് ഐ ഡിഡ്ന്റ് നോ ഐ ഡിഡ് ഇറ്റ്. അപ്പോഴും പെയിൻ അറിയാം, ഞാൻ ചെയ്തു. ആൻഡ് ഐ ഹവ് നെവർ സീൻ ലൈക്ക് യൂഷ്വലി നിങ്ങൾ ടോറസ് ആൾക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ടോറസ് ആൾക്കാർ ആരും ഇങ്ങനത്തെ ടാറ്റു ചെയ്യത്തില്ല. ഓക്കെ, ദിസ് ലുക്സ് ലൈക്ക് എ കാർട്ടൂൺ വേർഷൻ ഓഫ് ടോറസ് ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇത് എല്ലാവരും ചെയ്യുന്ന മറ്റേ ബുള്ളിഷ് ആയിട്ട് ഭയങ്കര ഇത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ ഡിഡ് ദിസ് ആൻഡ് റീസെൻ്റ്ലി someone messaged me on Instagram saying that they've also got the same tattoo. That is very surprising because I am pretty sure nobody else will do this tattoo. ഈ ടാറ്റു ഞാൻ ഉറപ്പിച്ച് പറയുക ടോറസ് ആരും ചെയ്തില്ല. പിന്നീട് മായ്ക്കാനൊന്നും തോന്നിയില്ല? ഇല്ല, നോ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും that will be my 100%. I'll dive into it. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ വർക്കല പോയിട്ട് വെള്ളം അടിച്ചതിന് ചെയ്തായിരുന്നു. പുള്ളി അവഞ്ചേഴ്സിന്റെ ഒരു കണ്ടിട്ടുണ്ടാവും. പുള്ളി ഇവിടെ എ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വട്ടം കൂടി ഇട്ടാൽ കറക്റ്റാണ്. ആ ഒരു എയാണ് പുള്ളി. നമ്മുടെ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരും പുള്ളി, ഇപ്പോഴും കളിയാക്കും. പുള്ളി ഇതേപോലെ വെള്ളം അടിച്ചിട്ട് വർക്കല ചെയ്തതാ ഒരു എ. ഒരു കറക്റ്റ്. പക്ഷെ അതൊരു മെമ്മറിയാ. ഡ്രങ്ക് ടാറ്റു എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ടാറ്റു. അത് ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു മുൻവിധിയല്ലേ, ബ്രോയുടെ ലുക്കും ബ്രോയുടെ ഇത് കാണുമ്പോൾ ടഫാണെന്ന് തോന്നൂല. അപ്പൊ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യാൻ ബ്രോ എങ്ങനെയാണ് ഒരു ഇമേജ്? ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞത് ലൈക്ക് എനിക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാനാണ് ഇഷ്ടം. ലൈക്ക് ഐ എം വെരി സിമ്പിൾ. സോ ഐ നോ എനിക്ക് ആൾക്കാർ എന്നെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം അവരെന്നെ കണ്ട് ഒരു പെർസെപ്ഷൻ ഉണ്ടെന്നുള്ളത്. സോ ഐ ബ്രേക്ക് ഇറ്റ് ബൈ ഗോയിങ് ആൻഡ് ടോക്കിംഗ് ടു ദം. ചില സമയത്ത് അത് ഭയങ്കര പ്രശ്നമാകാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് വർക്ക്ഡ് വെൽ ഫോർ മീ. ഐ ഗോ ബ്രേക്ക് ദി ഐസ്. ഐ ബി ലൈക്ക് നോർമൽ ടു ദം, ദെൻ ദേ വിൽ ബി ഓക്കെ. What a sudden surprise. അല്ല ബ്രോ, നമ്മളെ കൂടെ അങ്ങനെ വന്നാൽ ആരും അടിക്കാൻ വരുമെന്ന് പേടിക്കണ്ട. അല്ല, നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ടഫാണെന്ന് അവനൊന്ന് പൊക്കിയതല്ല. അവൻ ഇത്രയും നേരം പ്ലാൻ ചെയ്ത് വെച്ചാൽ അതാണ് കൊണ്ട് അങ്ങോട്ട് പോയാൽ. അല്ല, നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ടഫാണെന്നൊരു സാധനം തോന്നും. നമ്മൾ ഇന്നലെ വന്നതുകൊണ്ട് നമ്മൾ സംസാരിച്ചോണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയി. ഇല്ലെങ്കിൽ ഇന്നലെ നമ്മള് എല്ലായിടത്തും ഉണ്ട്. ലൈക്ക് സെറ്റിൽ പോകുമ്പോഴും അങ്ങനെയാ. ആൾക്കാരെല്ലാരും ഇങ്ങനെ വിചാരിക്കുമ്പോ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ലൈക്ക് അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻസ്, കൂടെ ആക്ട് ചെയ്യാൻ വരുന്നവരെല്ലാവരും പറയും. ആൻഡ് ഞാൻ സെറ്റിൽ ഇങ്ങനെ അധികം സംസാരിക്കത്തില്ല.
ലൈക്ക് ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഐ കീപ് മൈ വേർഡ്സ് വെരി ലിമിറ്റഡ്. I conserve my energy for something else. അതുകൊണ്ട് സെറ്റിൽ പോയാൽ ഞാൻ അധികം മിണ്ടത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ പീപ്പിൾ തിങ്ക് ദാറ്റ് യുനോ ജാടയാന്ന് വിചാരിക്കും. ദെൻ ഐ റിയലൈസ്ഡ് ഓക്കെ അത് പീപ്പിളുടെ പെർസെപ്ഷൻ ആണ്, അതിനെ നമുക്കൊരു പോയിന്റിൽ കൂടുതൽ അത് മാറ്റാൻ പറ്റത്തില്ല. ജസ്റ്റ് ബി യുവർ സെൽഫ്. If they want to like you, not everybody will like you also. That is the first thing to understand is എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ലൈക്ക് സെറ്റിലൊക്കെ പോകുമ്പോൾ വെൻ പീപ്പിൾ യൂസ് ടു തിങ്ക് അബൌട്ട് ദിസ് ഓഫ് മീ, ഐ യൂസ് ടു ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇപ്പോൾ ഐ ഡോണ്ട് കെയർ ലൈക്ക് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ ഓർ അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ശേഷം മുന്നേ സെറ്റിൽ പോകുമ്പോഴും ഇപ്പോഴും സെറ്റിൽ പോകുമ്പോഴും ഒരു എനർജിക്കൊക്കെ ലോട്ട് ഓഫ് ഡിഫറൻസ് ആൾക്കാർ പറയാറുണ്ട്. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എനർജറ്റിക് ആവും. ലൈക്ക് അതും ഇപ്പം ഞാൻ കൂടുതലും ഈ പോലീസ് ഇത് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ യൂണിഫോം ഇടുന്നതിനെക്കാട്ടിലും ഇപ്പോൾ യൂണിഫോം ഇടുമ്പോൾ അടിപൊളിയാണ്. ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ഡിസ്കോ ടു റിലീസ് ബിക്കോസ് ഐ വോണ്ട് ടു ലുക്ക് അറ്റ് മൈ സെൽഫ്. ഇത്രയും നാൾ ഞാൻ പോലീസ്, ഈവൻ ദോ ഐ ഹാഡ് ദ പോലീസ് ബോഡി ആയിരുന്നു എനിക്ക് നേരത്തെയും. പോലീസിനുള്ള ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ ഐ ലുക്ക് ഗുഡ് ആസ് എ പോലീസ് ഓഫീസർ. പക്ഷേ ഇപ്പോൾ ഐ ലുക്ക് ആസ് എ ഫിറ്റ് പോലീസ് ഓഫീസർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം. ആൻഡ് എന്നെ ഇത്രയും വർഷമായിട്ട് 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ലൈക്ക് നേരത്തെ എത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞല്ലോ, കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ആൻഡ് ദെൻ ഐ ബിക്കം ആക്റ്റീവ്. ഈവൻ ദോ ഐ എം ആക്റ്റീവ്, ഞാൻ അധികം സംസാരിക്കത്തില്ല സെറ്റിൽ. അപ്പോൾ ഈ സിനിമയുടെ പാട്ടായിട്ടാണോ താടിയൊക്കെ ഫുള്ള് മാറ്റി? ഇതിപ്പോൾ മൂവിക്ക് വേണ്ടിയാണ്, മൂവിക്ക് വേണ്ടി ചെയ്തു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഐ വോണ്ട് ടു കീപ് ദിസ് ഫോർ സം ടൈം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഐ ഹാവ് ബിയർഡ്. So been having it for years. I never thought I would take it. അത് എടുക്കുമ്പോൾ പാടായിരുന്നു, പക്ഷെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് വെരി ഫ്രീ. അല്ല അത് കുറച്ചും കൂടി ഫിറ്റ് ആയതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഞാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ സാധനമൊക്കെ ഇങ്ങനെ കാണും. അല്ല എനിക്ക് എപ്പോഴും ഉണ്ട്, ഐ സ്റ്റിൽ ഹാവ് ഇറ്റ്. പക്ഷെ എന്നാലും കുറവാണ്. ഈ ഡിസ്കോ എന്നാ റിലീസ് ആവുന്നത്? ഡിസ്കോ നോ ഐഡിയ ബ്രോ. ഷൂട്ട് April 4th എന്തോ കഴിയത്തുള്ളൂ. റിലീസിൻ്റെ കാര്യമൊന്നും പ്ലാൻ ആയിട്ടില്ല. HD5 പ്രോബബ്ലി മെയിൽ റിലീസാവും. അത് ഡിസ്കോയുടെ സെറ്റ്. അത് ഞാൻ ചെമ്പൻ ചാട്ടൻ ഷൂട്ടിന് പോയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു ദിവസം ബിരിയാണി കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറയും പിന്നെ ബിക്കോസ് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ബിരിയാണിയാണ്. ബിക്കോസ് എനിക്ക് ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമാണ്. ഏത് സമയമാണെങ്കിലും ഞാൻ ബിരിയാണി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ചെയ്യുമ്പോൾ ഐ എം വെരി സ്പെസിഫിക്, എനിക്ക് പക്കയായിട്ട് വരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് കന്യാകുമാരി അല്ല നാഗർകോവിലാണ് ഷൂട്ട്, എന്നാൽ ഫിഷ് ബിരിയാണി ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ഫിഷ് ബിരിയാണി എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ചിക്കൻ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നിനക്ക് കോൺഫിഡൻസ് ഉള്ളത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസമാണ് രാവിലെ പോയിട്ട് രാത്രി വരും, അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. പുള്ളിയും ബിസി ആയിരുന്നു. പുള്ളി പ്രൊഡ്യൂസറാണ്, ഹീസ് ആക്ടിങ് ഇൻ ദ മൂവി, ഈസ് എ റൈറ്റർ. അപ്പോൾ ആ ക്രിയേറ്റീവ് പ്രോസസ്സിൽ പുള്ളിയും ബിസിയാണ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2 weeks ബാക്ക് പോയപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഹി വാസ് ഓൾസോ ഫ്രീ. പുള്ളിയുടെ ക്യാരക്ടർ എന്തോ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു, ഷൂട്ടില്ലായിരുന്നു. ആ പുള്ളി വെച്ച് നിൽക്കുന്നോ നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ശരി ഓക്കെ. എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ലൈക്ക് ഇത്രയും പേർക്ക് ലൈക്ക് ക്ലോസ് ടു 10 പേർക്ക് ഞാൻ കുക്ക് ചെയ്തു. പക്ഷെ അതിൽ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. വളരെ നോർമലായിട്ട് മെസ്സിലുള്ള ആൾക്കാരെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവരെല്ലാം കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോയി കുക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പോയി കുക്ക് ചെയ്തു, ഹിറ്റായി. ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പം ഞാൻ അടുത്ത സ്കെഡ്യൂളിന് പോകുമ്പോൾ വീണ്ടും കുക്ക് ചെയ്യണം എന്നുള്ള പരിപാടിയിലാണ് പോകുന്നത്. വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യണം. ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഇവിടെ നമ്മളും ഉണ്ടല്ലേ കട്ടൊക്കെ തന്നാൽ മതി. കട്ടൊക്കെ നമ്മൾ ചെയ്യും. കട്ട് ചെയ്യാനെ കൊണ്ട് ഇഷ്ടം പോലെ പോളണ്ടിലിരുന്നൊക്കെയാണ് യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. ബ്രോയ്ക്ക് ഈ ബിരിയാണിയിലെ ഏറ്റവും ഫേവറേറ്റ്? തമിഴ്നാട് ബിരിയാണി. തമിഴ്നാട് മസാല അല്ലെ കേരളത്തിൽ ഇപ്പോ ട്രിവാൻഡ്രം ബിരിയാണിയാണ്, കോഴിക്കോട് ബിരിയാണിയാണ്. ട്രിവാൻഡ്രം ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി കഴിച്ചിട്ടില്ല ബ്രോ. ആസാദിലെ ബിരിയാണി ഇഷ്ടമാണ്. 11 വർഷമായിട്ട് ഇവിടെ നിൽക്കുക. ട്രിവാൻഡ്രം ബിരിയാണി ഏതാ? എവിടെ ചോറ് സെപ്പറേറ്റ് വെക്കും, അതെനിക്ക് സെപ്പറേറ്റ് വെച്ചിട്ട് അതെനിക്ക് ഇഷ്ടമല്ല. ആസാദിലെ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആസാദിലെ ബിരിയാണി ഇഷ്ടമാണ്. വേറെ എവിടുത്തെ ബിരിയാണി ട്രിവാൻഡ്രം സത്യം പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി ലേഗസി ഇല്ല. അവിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ചോറ് സെപ്പറേറ്റ് വെച്ചിട്ട് എനിക്ക് അത് ഇഷ്ടം, ഒരു ചിക്കൻ സെപ്പറേറ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്ത്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ?
ആ ബ്രോ അതെന്തോ അത് ബിരിയാണി അല്ല. ആസാദ് പണ്ടേ ഉണ്ട്. ആസാദ് ആസാദ് അറിയാം, ബിരിയാണി ആസാദിന് നല്ലതാ. ഒരു ഫ്ലേവർ ഉണ്ട്. ഒരു നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ്. അവിടെ ഒരു ഇതും വെച്ച് തരും, പൈനാപ്പിളും വെച്ച് തരും. അത് യൂഷ്വലി ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനമാണ്. മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ pineapple പൈനാപ്പിൾ കഴിക്കണം, നല്ലതാ ബിരിയാണി കഴിക്കുമ്പോൾ. മിക്കവരും അതിനെ എതിർക്കും. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അല്ല, ഈ പൈനാപ്പിൾ ബിരിയാണിയാണ് ട്രിവാൻഡ്രം ബിരിയാണി എന്ന് എപ്പോഴും പറയും. ആ ബിരിയാണി എനിക്ക് ക്യൂബ്സ് ഇട്ട് തരും. ആ ശരി, ഈ പറഞ്ഞ ചോറും കറിയുമായിട്ട് വരുന്നതിലും പൈനാപ്പിൾ വരാം. പൈനാപ്പിളിന്റെ ക്യൂബ്സ് കാണും അതിനകത്ത്. പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല. അത് നമുക്ക് ചിലപ്പോൾ അപ്പം പോയി. ഈ ബിരിയാണിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എനിക്ക് ഫ്ലേവർ പാക്ഡ് ആയിരിക്കണം, അതല്ലേ ബിരിയാണി. ഇത് മറ്റേ റൈസും ഇതും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ ദം ചെയ്താലും എന്നാലും അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല. പിന്നെ ഞാൻ കഴിച്ചു വളർന്നതെല്ലാം തമിഴ്നാട്ടിൽ അവിടുത്തെ ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് ആ ടേസ്റ്റ്. ബിരിയാണിയാണ് ചെന്നൈ ബിരിയാണി അല്ല, എനിക്ക് ജീരകശാല അരി മറ്റേ ചെറിയ അരി ആണ്. ചെന്നൈ ബിരിയാണി മറ്റേ ലോങ്, അതും ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഇഷ്ടം ചെറിയ ദിണ്ടുക്കൽ സ്റ്റൈൽ ബിരിയാണി, ആമ്പൂർ, അവിടെയൊക്കെ ചെറിയ കറി. ഇതെല്ലാം ട്രൈ ചെയ്യും. ഫസ്റ്റൊക്കെ പാളുമായിരുന്നു. ഫസ്റ്റ് ഞാൻ കുക്ക് ചെയ്യുമ്പോഴെല്ലാം കുഴഞ്ഞു വരും ബിരിയാണി. അലുവ അലുവയാവും, നമുക്കിപ്പോഴും കട്ടിയായി വരും. ഇപ്പോഴും പിന്നെ ഇപ്പൊ ഓക്കെ. പിന്നെ ഏറ്റവും ഇഷ്ടം ചോറ്, മീൻകറി, എന്തേലും തോരൻ, മെഴുക്കുവരട്ടി, ചമ്മന്തി, പപ്പടം. ആ സാധനമൊക്കെ ട്രിവാൻഡ്രത്ത് ഒരുപാട് കിട്ടാറുണ്ട്. ഈ ഊണൊക്കെ ഇവിടുത്തെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ലിമിറ്റ് ചെയ്തിരിക്കുക. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ചോറും പുളിശ്ശേരി, പ്രോൺസ് ഉണ്ടാക്കി, പ്രോൺസും അവിയലും. ഇന്നലെ എന്താ ഉണ്ടാക്കിയത്? നമ്മൾ തമ്മിൽ ഒരു ചർച്ച ചിക്കനാണെന്ന്. ചിക്കനായിരുന്നു. യവന്മാർ രണ്ടും പറഞ്ഞ് കൊഞ്ചാണെന്ന്. അപ്പൊ ഞാനും ഉല്ലാസം പറഞ്ഞു ചിക്കനാണ്, സ്പെസിഫിക്കലി അതിന്റെ കരളിന്റെ മണമാണ് പറഞ്ഞായിരുന്നു. വെജിറ്റേറിയനായ ഉല്ലാസ് പറഞ്ഞു അത് ചിക്കനാണല്ലോ. വെജിറ്റേറിയനോ? വൈ? ലൈക്ക് അങ്ങനെയാ. ഇങ്ങനെ നമ്മൾ ചോദിച്ചു. ഞാൻ ആക്ച്വലി ചിക്കനും വാങ്ങിച്ചു, പ്രോൺസും വാങ്ങിച്ചു. ചിക്കൻ മാത്രമേ ഇന്നലെ കുക്ക് ചെയ്തു, പ്രോൺസ് ഇന്ന് കുക്ക് ചെയ്തു. അല്ല, പ്രോൺസ് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇന്നലെ പറഞ്ഞല്ലോ രാവിലെ പ്രോൺസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാ, ചിക്കൻ പുട്ടും പ്രോൺസ് പുട്ടും. അപ്പൊ അതിനു വേണ്ടി ചിക്കനും പ്രോൺസും വാങ്ങിച്ചതാ. ബ്രോ, ഇപ്പം തിരുവനന്തപുരത്ത് ഫ്രണ്ട്സും ആ ഒരു സർക്കിൾ? ട്രിവാൻഡ്രത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും പുറത്തുപോയി. എവരിബഡി ഈസ് മാരീഡ്, പിന്നെ കരിയർ അത് ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ആരും ട്രിവാൻഡ്രത്തില്ല. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ട്രെയിനർ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പിന്നെ ജിമ്മിൽ ഇച്ചിരി 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ഇവരൊക്കെയാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടുതലും അവിടെയാണ് ബ്രോ, തമിഴ്നാട്ടിലാണ്. ബിക്കോസ് ഞാൻ അവിടെ പഠിച്ച് വളർന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെയാണ്. കമ്മിങ് സൺഡേ വരുന്നുണ്ട് ഒരു 3 ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീക്കെൻഡ് വേറെ വരുന്നുണ്ട്. സോ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലൈക്ക് ബിക്കോസ് അച്ഛനായാലും ലൈക്ക് ഹി വാസ് ഓൾവേസ് വിത്ത് ഫ്രണ്ട്സ്. സോ ഞങ്ങളത് കണ്ട് വളർന്നതാണ്. പിന്നെ എനിക്കും എപ്പോഴും ലൈക്ക് ഈവൻ വെൻ മൈ മോം പാസ്ഡ് അവേ, റിലേറ്റീവ്സിനെക്കാട്ടിലും എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. ആൻഡ് ദേ ആർ സ്റ്റിൽ ആൻഡ് ദേ big support for me and my well wishers. So very lucky to have friends like that. I'm sure friends എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതേ ഫീലിംഗാണ്. ഉള്ള റിലേഷൻഷിപ്സിൽ ആഫ്റ്റർ മൈ സിബ്ലിങ്സ് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയാണ്. ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ദുബായിൽ ഞാൻ ഒരു 1.5 months 2 months വർക്ക് ചെയ്യാൻ പോയി, നടന്നില്ല, തിരിച്ചു വന്നു. അല്ല, വർക്ക് ചെയ്യാൻ പോയി, ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഒരാവശ്യമില്ലായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് സ്ട്രഗ്ലിംഗ് മാത്രമല്ല, ആ വർക്ക് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. ദാറ്റ് കമ്പനി ആ കമ്പനിയിലെ വർക്കിംഗ് കൾച്ചർ ഒന്നും എനിക്ക് സെറ്റായില്ല. കംഫർട്ടിൻ്റെ അല്ലായിരുന്നു. അതൊക്കെ എനിക്കൊരു കുഴപ്പമില്ല, സ്പോർട്സിലുണ്ടായിരുന്നതുകൊണ്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. ഞാൻ സ്കൂളും ഇതൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ മാച്ചിനൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ മറ്റേ ട്രെയിനിൽ അൺറിസർവ് ടിക്കറ്റ് തൂങ്ങിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ബസ് രാത്രി ചിലപ്പോൾ ചെന്നൈയൊക്കെ പോകണമെങ്കിൽ നമ്മൾ കോയമ്പത്തൂരിലിരുന്ന് 4-5 ബസ് കയറിയൊക്കെ ആയിരിക്കും പോകുന്നത്. അതൊക്കെ അന്നൊക്കെ അങ്ങനെയായിരുന്നു കണക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നത്. ലൈക്ക് ഈ സ്ട്രെയിറ്റ് ബസ്സസൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് അതൊന്നും, പിന്നെ അവിടെ പോയാലും ലൈക്ക് വെൻ യു ഗോ ഫോർ മാച്ചസ് സ്കൂൾസിലും കോളേജിലൊക്കെ പോയാൽ സ്കൂൾസ് ഡോണ്ട് പ്രൊവൈഡ് യു ഹോട്ടൽ റൂംസ് ഓർ എനിത്തിങ്. അവിടെ തന്നെ മറ്റേ ബെഞ്ചൊക്കെ മാറ്റിയിട്ട് അവിടെ തന്നെ ഐ വാസ് ഓക്കെ വിത്ത് ഓൾ ഓഫ് ദാറ്റ്. നാഷണൽസ് കളിക്കാൻ ജയ്പൂർ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോഴും നാഷണൽ ഞാൻ ബാസ്കറ്റ് ഐ വാസ് ലൈക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടം ഫുട്ബോളാണ്. ഇപ്പോഴും എനിക്കിഷ്ടം ഫുട്ബോളാണ്. പക്ഷേ
ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഹൈറ്റ് കാരണം ഫുട്ബോൾ കോച്ച് എന്നെ ഗോൾ കീപ്പറാക്കി. അപ്പോൾ ഫുട്ബോൾ കോർട്ടും തൊട്ടപ്പുറത്ത് തന്നെയാണ് ബാസ്കറ്റ്ബോൾ കോർട്ടും സ്കൂളിൽ. അപ്പോൾ ബാസ്കറ്റ്ബോൾ കോച്ച് കണ്ടപ്പോൾ ഒരുത്തൻ വെറുതെ പോസ്റ്റിൻ്റെ കൂടെ ഇനിയൊരു പോസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ നിന്ന് ഇത് ചെയ്യുന്നത്, നീ ബാസ്കറ്റ്ബോൾ കളിക്കാമോ? ഞാൻ പറയും, സത്യം പറഞ്ഞാൽ ബാസ്കറ്റ്ബോൾ അന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് കളിക്കാൻ അറിയത്തില്ല, ഐ ഡോണ്ട് വാണ്ട് ടു കം. ഹി സെഡ് നോ യു ഹാവ് ടു കം, യു കം പ്ലേ. ആൻഡ് ഹി ടുക്ക് മീ ദെയർ. അടിപൊളി കോച്ചായിരുന്നു, പുള്ളി എന്നെ കോച്ച് ചെയ്യിപ്പിച്ചു. ആൻഡ് മൈ സ്ട്രെങ്ത് വാസ് ഡിഫെൻസ്. സോ അതാണ് എനിക്കിപ്പോഴും ലൈഫിൽ ലൈക്ക് എനിത്തിങ് ഹാപ്പൻസ് ഐ ഡോണ്ട് ബ്രേക്ക് ഡൗൺ ഈസിലി. എനിക്ക് നമ്മൾ ആ മെൻറ്റാലിറ്റി നമ്മൾ സ്പോർട്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ എ ഗെയിം ഐ നോ ലൈക്ക് ഡിഫെൻസിൽ ഞാൻ സ്ട്രോങ് ആണെന്നുള്ളത്. സോ ദാറ്റ് ബിൽഡ്സ് യുവർ മൈൻഡ്. അപ്പോൾ അങ്ങനെ ബാസ്കറ്റ്ബോൾ സംഭവിച്ചു. എന്നിട്ട് ബാസ്കറ്റ്ബോളിൽ നാഷണൽസ് ഒക്കെ പോയി. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയാണ് സ്പോർട്സ് കോട്ടയിലൊക്കെ കോളേജിലൊക്കെ കയറുന്നത്. പിന്നെ കളിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ കോളേജിന് ശേഷം ഇന്നേ വരെ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടില്ല. ഐ സ്റ്റിൽ പ്ലേ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, പക്ഷേ ബാസ്കറ്റ്ബോൾ ഇല്ല. ഫുട്ബോൾ ഏതാ ഫോളോ ടീം? ഫുട്ബോൾ ആർസണൽ. ദിസ് ഇയർ ഇസ് ആസ്. നമ്മൾ ഈ വർഷം ജയിക്കും. എത്ര നാളെ യുണൈറ്റഡ്. അഹങ്കാരമായിരുന്നു. എനിക്കിഷ്ടമല്ല യുണൈറ്റഡ്, ടു മച്ച്. ഒരു കപ്പ് എടുത്ത് കഴിഞ്ഞാൽ 100 വർഷത്തേക്കുള്ള സാധനമാണ്. ഞങ്ങള് ഇപ്രാവശ്യം എത്ര കഷ്ടപ്പെട്ടാ ഞങ്ങൾ എടുക്കുന്നത്, എത്ര നാളായി. ബ്രോഡപ്പം ഈ ആക്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ലൈക്ക് ആക്ടിങ്ങിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും മറ്റേ ലേണിംഗ് പ്രോസസ്സിലാണ്. ഞാൻ ലൈക്ക് പൊതുവേ ഈ ആർട്ടിസ്റ്റിനുള്ള ഒരു സ്വഭാവമാണ്, ദേ വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വർക്ക്. നോ മാറ്റർ ഹൗ മച്ച് പീപ്പിൾ കം ആൻഡ് ടെൽ ദാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു സെൽഫ് ഡൗട്ട് അപ്പോഴും വരും. നമുക്ക് ഇച്ചിരി കൂടെ ചെയ്യാമായിരുന്നല്ലോ. അതുണ്ട്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു കോൾ മൈ സെൽഫ് എ ഡയറക്ടേഴ്സ് ആക്ടർ. എനിക്ക് ഇൻപുട്ട് തരുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ചെയ്യാൻ, ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഹൗ ഐ ലുക്ക് അറ്റ് മൈ സ്റ്റൈൽ ഓഫ് വർക്കിംഗ്. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ്, കൂടുതൽ ഡയറക്ടേഴ്സ് അങ്ങനെയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പോയി ചോദിച്ച് ചിലരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദം കമ്മ്യൂണിക്കേറ്റഡ്. ആൻഡ് എനിക്ക് നേരത്തെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും മലയാളം സംസാരിക്കത്തില്ല അവിടെ ആയതുകൊണ്ട്. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴായിരുന്നു സ്കൂളിൽ. അപ്പോൾ എനിക്ക് എഴുതാനും പഠിക്കാനും തമിഴ് അറിയാം, മലയാളം അറിയത്തില്ല. സോ എൻ്റെ ഡയലോഗ്സ് എല്ലാം മംഗ്ലീഷിലാണ്. അപ്പോൾ അതിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ ഡയലോഗ്സ് എപ്പോഴും ക്ലാരിറ്റിയോടെ പറഞ്ഞ് തീർക്കണം എന്നുള്ള, അപ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ പോകും. സോ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ പഠിച്ച് വരുന്ന കാര്യങ്ങളാണ്. സോ നൗ ഐ എം ഇൻ എ പ്ലേസ് വെയർ ദാറ്റ് ഐ ഡോണ്ട് വറി അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. ഇതൊക്കെ ഞാൻ വന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഐ ഡോണ്ട് വറി അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. നൗ ഐ എം ഇൻ എ പ്ലേസ് വെയർ ലൈക്ക് ഐ എം ചൂസിങ് വാട്ട് ഐ വോണ്ട് ടു ഡു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 years ഞാൻ ഈ ഫിറ്റ്നസ്സിലോട്ട് പോയപ്പോൾ ഞാൻ ഒരു മൂവിയിലിരുന്ന് കോൺഷ്യസ്ലി ഞാൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് ബീങ് സെലക്റ്റീവ്. ഐ വാണ്ടഡ് ടു ചൂസ് എന്ത് ക്യാരക്ടേഴ്സ് ചെയ്യാം, വാട്ട് വിൽ വർക്ക് ഫോർ മീ. ബിക്കോസ് 10 years ഐ ഹവ് ഡൺ ലോട്ട് ഓഫ് റോൾസ്. ഞാൻ വരുന്ന പടങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ബിക്കോസ് തിങ്കിങ് ദാറ്റ് യു നോ ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി, ഡോണ്ട് മിസ് ഇറ്റ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ലൈക്ക് യു നീഡ് ടു ഹാവ് എ ക്ലാരിറ്റി ആസ് ഇൻ ഹൗ ഡു യു വാണ്ട് യുവർ കരിയർ ടു ബി. അത് പക്ഷേ ഞാൻ അത്രയും പടങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ക്ലാരിറ്റി വരുത്തുമില്ലായിരുന്നു. സോ ദസ് ഗുഡ് ആൻഡ് ബാഡ്. ഞാൻ അങ്ങനത്തെ കുറേ പടങ്ങൾ ചെയ്തുകൊണ്ട് നൗ ഐ ക്യാൻ സേ ദറ്റ് ഐ ഷുഡൻ നൗ ഐ ക്യാൻ സേ ദറ്റ് ഐ വോണ്ട് ടു ബി ചൂസി. ആ ഒരു പ്രോസസ്സാണ്. സോ നൗ ഐ എം വെരി ചൂസി, എന്ത് ചെയ്യണം, എങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ആൻഡ് അതൊക്കെ വരുന്നുണ്ട്. ലൈക്ക് സ്ലോലി ഇറ്റ്സ് കമ്മിങ് അപ്പ് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് വേർ ഐ എം റൈറ്റ് നൗ. അപ്പോൾ ബ്രോ ഇന്ന് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കംഫർട്ടബിൾ ആയി എന്ന് വിചാരിക്കുന്നു. വെരി മച്ച്. ഒരു ദിവസം കണ്ടുള്ളൂ, ഇന്നലെ ഒരു ദിവസം കണ്ടു. അത് നമ്മൾ ഒരിക്കലും 5-10 minutes സംസാരിച്ചു. അനീഷൻ ഡയറക്റ്റ് ഇന്ന് വന്നു. പക്ഷെ അതാ ഞാൻ ലൈക്ക് എനിക്ക് ഓൾറെഡി നിങ്ങളെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ വാസ് ബിക്കോസ് ഐ ഹേർഡ് മൈ ബ്രദർ സേയിങ് യു ഗൈസ് ആർ വെരി ചിൽ. അത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞ എടാ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ റെഗുലർ ഇതല്ലാതെ വെരി ചിൽ, ഭയങ്കര. അപ്പോൾ തന്നെ ഐ വാസ് ഓക്കെ.
സോ നിങ്ങൾ വന്നപ്പോൾ പിന്നെ എനിക്ക് വലിയ നമുക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടി ഒന്നും ഇല്ലായിരുന്നു. നേരെ വി ഗോട്ട് ഇൻ ടു ടോപ്പിക്. പിന്നെ കറക്റ്റ് സമയത്തിന് വന്നു. അതാണ് ഇന്നലെ പറഞ്ഞായിരുന്നു, സ്പോർട്സിൽ ഇതുള്ളതുകൊണ്ട് പഞ്ച്വാലിറ്റി മസ്റ്റ് ആണ്. 2:59 ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് 2:58 വരെ വെയിറ്റ് ചെയ്തു. 3 മണിയായപ്പോൾ ലാൻഡ് ചെയ്തു കറക്റ്റ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. കാര്യം കുറച്ച് നാളായി ഒരു ഗസ്റ്റിന്റെ സംസാരിച്ചിട്ട്. ഐശ്വര്യമായിട്ട് നിങ്ങളുടെ സെക്കൻഡ് കംബാക്ക് അല്ലേ ഇത്? എന്റെയും ഇതാണ് ലൈക്ക് ഫസ്റ്റ് ടൈം ഇൻ എ പോഡ്കാസ്റ്റ്. It's nice. And like ഇന്നലെ പറഞ്ഞ പോലെ probably one day you guys will have to come to my podcast. കുറെ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായി. ബിക്കോസ് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് റിയൽ കോൺവെർസേഷൻസ് ഡസൻറ്റ് ഹാപ്പൻ. പഴയ പോലെ ഇപ്പൊ അങ്ങനെ അത്രയും റിയൽ കോൺവെർസേഷൻ നടക്കാറില്ല. അത് പുഷ് ചെയ്താണ്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം. ഇറ്റ്സ് വെരി ആർട്ടിഫിഷ്യൽ. ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് പ്രിപ്പയർഡ് ഇസ് ഓക്കെ. പക്ഷെ ഇത് മറ്റേ ഒരു ഹുക്കിംഗ് സാധനം എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് വരണ്ട. ബിക്കോസ് ഗോയിങ് ഫോർവേഡ് ഐ എം പ്രിറ്റി ഷുവർ ജെന്വൻ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. ആൾക്കാർ മടുത്തു. ബേസിക് നമുക്ക് തന്നെ what do we think? We are tired of it. That's what everybody is, right? We are all the same. ചുമ്മാ ആൾക്കാർ ഓരോന്നും പറയുന്നതാ. അതായത് നമുക്ക് പിന്നെ ഇതാണ് നമ്മുടെ ഓഡിയൻസിന്റെ ക്യാമറ. ഓഡിയൻസിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ, ഇതുവരെ സംസാരിച്ചില്ലല്ലാതെ പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ, ഓഡിയൻസ് നല്ല ഓഡിയൻസ് ആണ് ആക്ച്വലി. നമ്മളുടെ നല്ലൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ്. എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ലൈക്ക് ഐ ഓൾവേസ് സേ ദിസ്, വാട്ട് ഡു ഐ സേ, മൈ എക്സ്പീരിയൻസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. സോ അഡ്വൈസ് ആയിട്ട് എനിക്ക് ആരുടെ അടുത്തും ഒന്നും പറയാനില്ല, ബിക്കോസ് വി ആർ ഓൾ ഗോയിങ് ത്രൂ സംതിങ് എൽസ് ഇൻ ലൈഫ്. സോ ഐ വിൽ ജസ്റ്റ് ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് ദി ഓഡിയൻസ്. wherever I'm in life right now, ഇപ്പം എനിക്ക് കുറേ ക്ലാരിറ്റിയും കുറേ കോൺഫിഡൻസും കുറേ സെൽഫ് മോട്ടിവേഷനും എല്ലാം എനിക്ക് വന്നിട്ടുള്ളത് is through fitness. So if you guys are watching it and if you guys are planning to start fitness, start it today, and it will do a lot of good for all of you. So it's just that ഫിറ്റ്നസിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ബിക്കോസ് അതാണ് എന്നെ ഇത്രയും കോൺഫിഡൻസ് കൊണ്ടുവന്നത്. സോ ടേക്ക് അപ്പ് ഫിറ്റ്നസ്. പിന്നെ നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ബ്രോ ഇങ്ങനെ കാണും പോലെയല്ല, വളരെ പാവപ്പെട്ട നല്ല മനുഷ്യനാണ്. എല്ലാവരും പോയി സംസാരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നാളെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെ എടുത്തില്ല നീ അല്ലടാ എന്ന് പറഞ്ഞ പുള്ളി പാവം. I'm not പാവം, but yeah, I like to be this. I'm simple. എന്നെ വലിയ എന്തോ ഭയങ്കര സംഭവമായിട്ട് ആൾ കാണാതിരുന്നാൽ മതി. ഇവനെന്തോ പ്രശ്നക്കാരനാണ്, പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ തിരിച്ചെടുത്തു. അതെ, ഡിസ്ക്ലെയിമർ ഇപ്പോഴും തന്നെ ഇട്ടേക്കണം. നാളെ നമ്മൾ എന്തെങ്കിലും ബ്രോ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് മാറി. ലൈക്ക് നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഐ എം വെരി വെരി ഗ്ലാഡ്. കുക്കിംഗ് ഹാസ് ഹെൽപ്ഡ്. ബ്രോ താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക്സ് എ ലോട്ട് മാൻ. ആൻഡ് ഫ്യൂച്ചറിൽ നല്ല റോൾസ് ഒക്കെ കിട്ടട്ടെ, ഒരുപാട് കുക്കിംഗ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. പരിപാടിയില്ല, നമ്മളും ഇനി ഫ്യൂച്ചറിൽ പോയി ബോക്സിംഗ് അല്ല ജിമ്മിലൊക്കെ പോയി അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ പറയാം. കുറച്ച് മാസം ആക്ച്വലി ഞാൻ പറഞ്ഞത് ഭയങ്കര ഇഫ് യു ക്യാൻ ഡു റിസർച്ച് അബൌട്ട്, ചുമ്മാ റിസർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു തിയറി എന്തോ ഉണ്ട്, ലൈക്ക് 33 കഴിഞ്ഞാൽ until then your body will take all that. നമ്മൾ എന്ത് ചെയ്താലും അത് എടുത്തോളും. ആഫ്റ്റർ 33 it starts reversing. അപ്പൊ അപ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴെങ്കിലും ചെയ്യണം എന്നുള്ളത്, അപ്പൊ ചെയ്താൽ മതി എന്നുള്ളത് എന്റെ മടി കാരണം ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും ചെയ്യണം. കുറച്ച് ഫ്യൂ മന്ത്സും കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കും കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഗസ്റ്റിന്റെ കൂടെ സംസാരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കുറേ നാളെ ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം കാണുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഹാൻഡിൽ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ. നല്ല നല്ല റീൽസ് വരാറുണ്ട്. നമ്മുടെ കുക്കിംഗ് പോലെയല്ല, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള കുക്കിംഗ് ആണ്. നമ്മളുടെ ഒരു മെസ്സല്ല, നല്ല രസമായിരിക്കും. നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായവും താഴെ
എഴുതുക. അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ബ്രോയുടെ ചെയ്യുക. സിനിമകൾ വരുമ്പോൾ കാണുക. പ്ലീസ്. എൻ്റെ പടം 2 പടം റിലീസ് ആവുന്നുണ്ട്, സോ പ്ലീസ് വാച്ച് ഇറ്റ്. അപ്പോൾ വേറൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണുമ്പോഴേക്കും ബൈ.